ഒരു ബിസിനസ്സുകാരൻ മാർക്കറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്താണ്? ഞാൻ എക്സാമ്പിൾ ഒരു 5 മണിക്ക് ശേഷം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട്. 5 മണി കഴിഞ്ഞാൽ എനിക്കിത് മറക്കണമെങ്കിൽ ഞാൻ ഈ സാധനം മുഴുവൻ എവിടെയെങ്കിലും എഴുതി വെക്കോ, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുകയോ വേണം. എന്നൊരു സ്റ്റാഫ് വളരെ കൗതുകരമായിട്ടൊരു മറുപടി എടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങളെ വിശ്വാസമില്ലാണ്ടാണ്. ഇപ്പം പോഡ്കാസ്റ്റ് ഒരു മാർക്കറ്റിംഗ് മെക്കാനിക്സ് ആണ്, പക്ഷെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതും നമ്മൾ എത്തി നിർത്തുന്നതും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവും. ഇത്രയും ഈസി ആക്കി തരുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ എന്റെ ഭഗവാനെ ഞാൻ എന്റെ ലൈഫ് തീർന്നല്ലോ, ഞാൻ എത്ര പണിയെടുത്തു എന്ന് മുതലാളി അറിയും. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ ആളുകളുടെ പേഴ്സണൽ പ്രശ്നം കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ഈവൻ അവർക്ക് പോലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, സേഫ് ആയിട്ട് പോവാം. അത് ഇതിന്റെ വേറെ തരം, നമുക്കത് പറയാൻ പറ്റൂല. പക്ഷെ ഈ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറുമായിട്ട് ഒരു റാപ്പോ സെറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഞങ്ങളുടെ മുതലാളിക്ക് വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനും മുതലാളിയുടെ കൂടെ നിൽക്കണം, ഇങ്ങനെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായും പറ്റും. ശരിക്കും ഞങ്ങൾ പറയുന്ന ഒരാളുണ്ടെങ്കിലും നിങ്ങളത് യൂസ് ചെയ്യുന്നത്. ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. മില്ലനേഴ്സ് കേരളയുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഗംഭീര പുലിയുമായിട്ടാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ എത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അതിന് പറ്റിയ ഒരു ആപ്റ്റായിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. കോഴിക്കോട്ടുകാരനാണ്, അഖിലാണ്. അഖിൽ ഒരു 8-9 വർഷമായിട്ട് CRM മേഖലകളിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ട് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആളിങ്ങനെ ഇരിക്കുന്ന നോക്കണോ, ഗംഭീര ക്ലയൻസുകളൊക്കെ ഉള്ള ഒരു വൻ പുലിയാണ്. അപ്പം എന്തായാലും വെൽക്കം ടു അവർ ഷോ. നമുക്ക് തുടങ്ങാം, തള്ളി തുടങ്ങാം. ഇപ്പം എല്ലാവരും പറയുന്നതാണ്, മൈക്ക് വെച്ച് തള്ളുന്ന പരിപാടിയാണ് പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എനിവേ, കാര്യത്തിൽ ഒറ്റ ചോദ്യം, ഒരു ബിസിനസ്സുകാരൻ മാർക്കറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണ്? റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ എപ്പോഴും വലിയ രീതിയിൽ മാർക്കറ്റിംഗ്, ഇപ്പം പോഡ്കാസ്റ്റ് ഒരു മാർക്കറ്റിംഗ് മെക്കാനിക്സ് ആണ്, പക്ഷെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതും നമ്മൾ എത്തി നിർത്തുന്നതും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവും. ഒരു കണക്ഷനും ഇല്ലാത്ത ഓഡിയൻസ് നമ്മൾ ബിസിനസ്സിലേക്ക് ഒരുപാട് എൻക്വയറീസ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടുത്തെ സെയിൽസ് ടീമിന് പ്രഷറാണ്. നമുക്ക് അവിടെ വരുന്ന മൊത്തം ക്ലയൻസിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ഓഡിയൻസ് ഉള്ള റൈറ്റ് പ്ലാറ്റ്ഫോമിൽ കറക്റ്റ് ടാർഗറ്റ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ എന്താ പറയുക, ഒരു ഫിലോസഫിക്കലായിട്ട് പറയാൻ നമുക്ക് എളുപ്പമാണ് കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷെ അതിന് എന്താ നമുക്ക് അഖിലിന് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ഞങ്ങളെ കസ്റ്റമേഴ്സിന് ഇപ്പം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ലീഡ്സ്, അതായത് എൻക്വയറി ആണല്ലോ നമ്മൾ കൺവേർട്ട് ആയിട്ട് ബിസിനസ് ആക്കുക. അപ്പോൾ ഈ ലീഡ്സ് എവിടുന്നാണ് വരുന്നത്, ഏത് സോഴ്സിൽ നിന്നാണ് വർക്ക്, എന്താണ് അവർക്ക് വർക്ക് ആയത് എന്നുള്ളത് നമ്മളെപ്പോഴും ബിസിനസ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമായിരിക്കും ഇവർക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാം. ഈ ലീഡ്സിനെ നേരെ ഒരു ടെലികോളർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടീമിനെ അസൈൻ ആവും. എന്നിട്ട് ആ ടീം അവരെ കോൺടാക്ട് ചെയ്യും. അവരെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരോട് പറയും സ്പെസിഫിക് ആയിട്ട് കസ്റ്റമർ എന്താ പറഞ്ഞത്, ഞാൻ ഈ ഏരിയയിലല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റ് പറ്റില്ല, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെന്താണോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് കൊടുക്കണം നമ്മൾ പറയും. എന്നിട്ട് ഈ കളക്ട് ചെയ്യും നമ്മൾ ഈ ഡാറ്റ. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ ലൊക്കേഷൻ പരിധിന്റെ പുറത്തായിരിക്കും പലതും, 2 ബഡ്ജറ്റിന്റെ പരിധിന്റെ പുറത്തായിരിക്കും, 3 ഇവർക്ക് മനസ്സിലാക്കിയ സാധനം വേറെ ആയിരിക്കും. ഇപ്പൊ ആഡിൽ ഒരു കണ്ടന്റ് പോയിട്ടുണ്ടാവും, പക്ഷെ അതും ഇവർ മനസ്സിലാക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. പെട്ടെന്ന് ഒരു ആഡ് കണ്ട ഒരു ഫീലായിരിക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസ് കറക്റ്റ് ചെയ്താൽ നമുക്ക് റൈറ്റ് ഓഡിയൻസിലേക്ക് എത്താം. പിന്നെ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവർ ഈ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഏജൻസി ആയിട്ട് നമ്മൾ കോൺട്രാക്റ്റിലെത്തും. എന്നിട്ട് പറയും എന്റെ ബിസിനസ് ഇതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം. ബാക്കി നമ്മൾ ഏജൻസി ചെയ്യുന്ന അങ്ങ് എക്സ്പെക്ട് ചെയ്യും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിന് എങ്ങനത്തെ ആള് വരണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഐഡിയൽ കസ്റ്റമർ എന്നൊരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഇയാൾ വന്ന അടിപൊളിയാണ്, അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് ഇവർ പറയൂല. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ ഐഡിയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ മുടക്കാൻ പറ്റി കോഴിക്കോട് വന്ന് എൻ്റെ കോഴിക്കോടുള്ള 5 ലക്ഷം മുടക്കാൻ പറ്റിയ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയ കസ്റ്റമറാണ് എൻ്റെ, എനിക്കറിയണ്ടാവും. പക്ഷെ ഈ ഏജൻസിക്ക് അറിയില്ല. ഞാനിത് പറഞ്ഞു കൊടുത്താൽ ഇവരെ ടാർഗറ്റ് ചെയ്യും, ഇവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് സാമ്യമുള്ള ആളുകൾ നമുക്ക് വരാൻ തുടങ്ങും. ഇതൊന്നും പറയൂല. നമ്മൾ ChatGPT ചോദ്യം ചോദിക്കുമ്പോഴാ നമ്മൾ ഒരു ഒറ്റ പ്രോംപ്റ്റിൽ നമുക്ക് എല്ലാം നമുക്ക് എല്ലാം വരണം എന്ന് വിചാരിക്കുന്ന പോലെയാണ് ഏജൻസിയിൽ നമ്മൾ സംസാരിക്കുക. ഡീപ്പായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിന് എനിക്ക് ഇങ്ങനത്തെ ആള് വരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കൊണ്ടുവരാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്. പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താ പറയുക, പല ബിസിനസ്സുകാരായിട്ട് സംസാരിക്കുമ്പോൾ ഈ വരുന്ന ലീഡ്സിലെ പലരും ഇത് അറിഞ്ഞിട്ടാണില്ല. ആ ലീഡിലേക്ക് നമ്മൾ തിരിച്ച് കോൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങളിങ്ങനെ ഒരു എൻക്വയറി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ലല്ലോ, നിങ്ങൾ ആരാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്.
അതിന് വേറെ റീസൺ ഉണ്ട് കേട്ടോ. നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ എന്റർടൈൻമെന്റിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. എങ്ങനെ എന്റർടൈൻമെന്റിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ. അതെ, അതെ. ഇപ്പൊ നിങ്ങൾ കാറിൽ ചിലപ്പം ബ്ലോക്കിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ട്രെയിനിൽ നിൽക്കുമ്പോഴായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇവര് വിളിക്കുക ഒരു ദിവസം കഴിഞ്ഞിട്ടാ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ കോൺടാക്ട് മാറി വേറെ എവിടെ എത്തിയിട്ടുണ്ടാവും. അത് ഇതിനകത്തുള്ള ഒരു റീസൺ. പിന്നെ രണ്ട്, എന്താ നോക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫേസ്ബുക്ക് കൂടുതൽ ലീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 ക്ലിക്കിൽ നിങ്ങൾക്ക് ലീഡ് ബാക്ക് എൻഡിൽ സബ്മിറ്റ് ആവും. പക്ഷെ സബ്മിറ്റ് ചെയ്ത് ഞാനിത് അറിയില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് വിളിച്ചാൽ ചിലപ്പോൾ ആ ആഡിന്റെ കണ്ട് ഓർമ്മ ഉണ്ടാവും, പക്ഷെ ഇല്ലെങ്കിൽ അതും ഓർമ്മ ഉണ്ടാവില്ല. ഇതൊക്കെ ഇതിനകത്ത് ഒരു ഫാക്ടറാണ്. അപ്പൊ ഇതിനെ എങ്ങനെ നിങ്ങൾ സോർട്ട് ചെയ്യും? നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡിനെ നിങ്ങൾ 30 മിനിറ്റ്സിനുള്ളിൽ കോൺടാക്ട് ചെയ്യണം എന്നാ പറയാം. 30 മിനിറ്റിനുള്ളിൽ പറ്റുവാണെങ്കിൽ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറിനുള്ളിലെങ്കിലും ടച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ആ കസ്റ്റമറിന് എല്ലാവർക്കും 100 പ്രശ്നങ്ങളില്ല, അയാൾ വേറെ വഴിക്ക് പോകും. അതോടുകൂടി ആ ലീഡിന്റെ ലൈഫും ഇല്ലാണ്ടാവും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ടച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ വേണം, ടൂൾസ് വേണം. അല്ലാതെ നിങ്ങൾക്ക് മാനുവലി ഈ പറയുന്ന ഫേസ്ബുക്കിൽ എപ്പോഴും പോയി ഇരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്നുകിൽ അവർക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് പോവോ, അല്ലെങ്കിൽ നമ്മളെ ടീമിന് ഒരു ഇങ്ങോട്ട് ഇൻബൗണ്ട് കോൾ വന്നിട്ട് നമ്മളത് ആൻസർ ചെയ്ത് അവരോട് സംസാരിക്കുകയോ, എന്തെങ്കിലും ഒരു ഓട്ടോമേഷൻ നിങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ആ ലീഡിനെ കുറച്ചുകൂടി ലൈഫ് ഉള്ളതാക്കാൻ പറ്റും. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ടായി, ഒരു കമ്പനിയുടെ കാര്യങ്ങൾ നമ്മളൊരു കസ്റ്റമർ അറിയിച്ചാൽ അത് വെറും മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് സെയിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് അതിന് ജീവൻ വെക്കുന്നത്. ആ ഒരു മാർക്കറ്റിംഗ് കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ലീഡ് കൺവേർട്ട് ആകുമ്പോഴാണ് സത്യത്തിൽ ബിസിനസ് ഓണർ ഹാപ്പി ആവുന്നത്. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ ഇപ്പം എന്നെ കുറേ ആളുകൾ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആക്ടിവിറ്റീസിൽ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്ക് ബിസിനസ് ഇല്ലല്ലോ. അപ്പം ഇത് നമുക്ക് എങ്ങനെ ഇപ്പം പലപ്പോഴും ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും ഇത് കാണുന്നുണ്ട്. ഇവർക്കൊക്കെ ഇത് അഫോർഡബിൾ ആയിരിക്കുമോ, അതോ ഇത് നിങ്ങൾ കോർപ്പറേറ്റ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല, ഇത് അഫോർഡബിലിറ്റി ഇത് ചെറിയ കോസ്റ്റുള്ള സംഭവമാണ്. പക്ഷെ ആളുകൾ ഇത് അഡോപ്റ്റ് ചെയ്യില്ല. ആൾക്കാർ എന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തിനാ ഇത്ര പൈസ, അല്ലെങ്കിൽ ചെറിയ പൈസ ആണെങ്കിൽ പോലും. ഇപ്പൊ നമ്മളെ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 599 രൂപയുള്ളൂ ഒരു സ്റ്റാഫിന് ഒരു മാസം മാനേജ് ചെയ്യാൻ. ഞാൻ അവരോട് പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ 20,000 രൂപ കൊടുത്ത് നിങ്ങളൊരു സെയിൽസുകാരനെ വെച്ചു. ഓക്കെ, ആ 20,000 രൂപയുള്ള സെയിൽസുകാരന് ഒരു മാസം അയാൾ എന്തൊക്കെ ചെയ്യുന്നു, അയാൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിന്റെ എൻ്റയർ ട്രാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 600 രൂപ കൂടി അഡീഷണൽ മുടക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അത് എന്തൊരു സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ ആൾക്കാർ കണക്കൂട്ടി 12 മാസത്തേക്ക് കണക്കൂട്ടി ഇത്ര സ്റ്റാഫിനെ കൂടി കണക്കൂട്ടി നോക്കുമ്പോൾ ഇത് വലിയ എമൗണ്ട് ആയിട്ട് തോന്നിയിട്ട്, അയ്യോ ഇത് ഞങ്ങൾക്ക് അതെ അതെ ഇത് അപ്പൊ 6,000 രൂപ മുടക്കണമെന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയല്ല. ഞാൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ പെർഫോമൻസ് എൻ്റെ ഇമ്പ്രൂവ് ആവും. ഞാൻ എത്ര ലീഡിൽ വിളിച്ചു, ഞാൻ എവിടെയാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് ഒരു സെയിൽസ്മാന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ അവനിതൊരു സ്ഥലത്ത് എഴുതി വെച്ചാൽ നടക്കും. പക്ഷെ നമ്മൾ മാനുവലി മനുഷ്യന്മാർ ബേസിക്കലി മടിയന്മാരായതുകൊണ്ട് നമ്മളിതൊന്നും എഴുതി വെക്കുക, ഒരു സ്ട്രക്ചർഡ് ഫോർമാറ്റിൽ കീപ്പ് ചെയ്യുകയോ ചെയ്യില്ല. ഈ സോഫ്റ്റ്വെയർ വരുമ്പോൾ അതങ്ങനെയാണ്, അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫോഴ്സ് ചെയ്യും ഇത് സ്ട്രക്ചേർഡ് ആക്കാൻ. അങ്ങനെ അവർ സ്ട്രക്ചേർഡ് ആവുകയും അവർക്ക് മെഷർ ചെയ്യുക, അവർക്ക് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇത് എന്താ പറയുക, എല്ലാവരും ഇത്ര അങ്ങോട്ട് ആലോചിക്കൂല. ഞങ്ങൾക്കിത് മതി, ഞങ്ങൾക്കൊരു പേപ്പറും പെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടെങ്കിലോ ഇത് ഈസി ആയിട്ട് നടക്കും എന്ന ആളുകൾ ആലോചിക്കുന്നിടത്താണ് ഈ പ്രശ്നം. അതിന്റെ വാല്യൂ ചിന്തിക്കുന്നില്ല. ഒരു ലീഡ് കൺവേർട്ട് ആയാൽ മതി. ഒരു മാസത്തിൽ ഒരു ലീഡ് കൺവേർട്ട് ആയാൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടി. അത് ഈസി ആയിട്ട് നടക്കും ശരിക്കും. അല്ല, പലയിടത്തും കണ്ടുവരുന്ന ഒരു പ്രശ്നം ഇതാണ്. ഈ പലർക്കും ഇതൊക്കെ അറിയാം, പക്ഷെ ഇതൊന്നും ആരും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയപ്പോഴേ, ഒരു എംപ്ലോയി ട്രെയിനിങ് പ്രോഗ്രാമിന് പോയപ്പം അവിടെ ഇതുപോലെ ഒരു CRM ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് ആ മീറ്റിങ്ങിൽ സംസാരിക്കണ്ടായി. അന്നൊരു സ്റ്റാഫ് വളരെ കൗതുകരമായിട്ടൊരു മറുപടി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങളെ വിശ്വാസമില്ലാണ്ടാണോ? അതെ, അത് ഇതിനകത്തുള്ളൊരു വലിയ സാധനം. ഇത് ശരിക്കും പലപ്പോഴും എംപ്ലോയീസിന്റെ ഇടയിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ ആരോ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ മുതലാളിക്ക് വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങൾ എന്തിന് മുതലാളിയുടെ കൂടെ നിൽക്കണം, ഈ ഒരു ചോദ്യമാണ് വരുന്നത്. പക്ഷെ ഇത് ട്രാക്കിംഗ് ആണോ അതോ എന്താണ് നിങ്ങളുടെ ഒരു ആംഗിളിൽ ഇതിനെന്താ ഒരു മറുപടി? ഇത് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ സെയിൽസ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ, ഈ CRMന്റെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് സ്റ്റാഫിന്റെ എല്ലാവരെയും മുഖത്ത് ഒരു വില്ലൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നിങ്ങളെ ട്രാക്ക് ചെയ്യാനല്ല, നിങ്ങളെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധനമാണ്. ഞാനിപ്പോൾ ഒരു ബേസിക് കാര്യം ചോദിക്കുക, നിങ്ങൾ ഒരു ദിവസം 100 കസ്റ്റമറോട് സംസാരിക്കുന്നതെന്ന് വിചാരിക്കാം. പോട്ടെ, 100 വേണ്ട, 100 കുറച്ച് അധികം വിചാരിക്കാം. ഒരു 50 കസ്റ്റമറോട് സംസാരിക്കുന്നതെന്ന് വിചാരിക്കാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ 50 കസ്റ്റമർ തിരിച്ചു വന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇതേപോലെ ഒരാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഓർത്ത് വെക്കാൻ ഇവരിപ്പോൾ എന്താ ചെയ്യുന്നുണ്ടാവുക, ഒന്നിക്കൽ ഒരു പേപ്പറിൽ എഴുതി, ഒരു ഡയറിയിൽ വെച്ചിട്ടുണ്ടാവും. ഈ ഡയറിയിൽ വെച്ച സാധനം നിങ്ങൾ എത്ര സമയം എടുത്തിട്ടാ തെരഞ്ഞു കണ്ടുപിടിക്കുക? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു, ഞാൻ കസ്റ്റമറാണ്, 2 ആഴ്ച മുന്നേ വന്ന കസ്റ്റമറാണ്, ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ എത്ര സമയം എടുക്കും? ഏത് പേജിലാണ് ഞാനുള്ളത് എങ്ങനെ മനസ്സിലാവുക? ഇത് സ്ട്രക്ചേർഡ് ആക്കാനാണ് നമ്മൾ CRM പോലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഇത് സ്ട്രക്ചേർഡ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ആർക്കും ഏറ്റവും സൗകര്യം? ഇതേ സ്റ്റാഫിനാണ്. പക്ഷെ ഇത് നമ്മൾ എന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്ര പണിയെടുത്തു എന്ന് മുതലാളി അറിയും,
അതെ. ശരിക്കും എന്നെ പറഞ്ഞാൽ track ചെയ്യാൻ ഒരാളിരിക്കും. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ, അവരെടുക്കുന്ന പണി അവർക്ക് പകുതി ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു 5 മണിക്ക് ശേഷം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട് അല്ലെ. 5 മണി കഴിഞ്ഞാൽ എനിക്കിത് മറക്കണമെങ്കിൽ ഞാൻ ഈ സാധനം മുഴുവൻ എവിടെയെങ്കിലും എഴുതി വെക്കോ, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുകയോ വേണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേപ്പറിലും പെന്നിലും എഴുതി വെച്ചാൽ ഇത് നമ്മൾ തലയിൽ കിടന്ന് ഇങ്ങനെ മൂളും. നേരെ മറിച്ച് നിങ്ങളൊരു സിസ്റ്റത്തിൽ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു വോയിസ് നോട്ട് ആയിട്ട് ഇട്ട് വെക്കുകയാണ്. കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു, കസ്റ്റമറിന് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യും. ഒരു ഫോളോ അപ്പ് മാർക്ക് ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമറെ അങ്ങ് മറക്കാം. 2 ആഴ്ച കഴിയുമ്പോൾ ഫോളോ അപ്പ് ഓട്ടോമാറ്റിക് പോപ്പ് വരും. അന്നേരം ആലോചിച്ചാൽ മതി കസ്റ്റമർ. നമ്മളിപ്പോ ഒരാളെ തിരിച്ച് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റിമേഷൻ വരെ വരും, നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ അന്നേ ദിവസം രാവിലെ നോക്കിയാൽ ടുഡേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ ലിസ്റ്റ് ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വരും. ഇത് നോക്കുക, വിളിക്കുക. ഇത്രയും ഈസി ആക്കി തരുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ എന്റെ ഭഗവാനെ ഞാൻ എന്റെ ലൈഫ് തീർന്നല്ലോ. ഇനി ഇയാളും പിന്നെ ഇതിനകത്ത് ഉടായ്പ ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ട്രാക്ക് ചെയ്യപ്പെടുന്നത് ശരിക്കും കമ്പനിക്ക് നല്ലതാണ്, അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതായത് ചെറിയ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയും മറ്റു പല പരിപാടികൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുകയും ചെയ്തിട്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെ ഓരോരുത്തർ ആളുകളുടെ പേഴ്സണൽ പ്രശ്നം കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈവൻ അവർക്ക് പോലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. സത്യം. കാരണം വെച്ചാൽ ഇപ്പം ഇവൻ ഇതിന്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ പിടിക്കപ്പെടുന്ന എപ്പോഴാ ചെയ്യേണ്ട പണി സമയത്ത് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ അതിന് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടി അത് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ മറ്റേ സാധനം പിടിക്കൂല, സേഫ് ആയിട്ട് പോവാ. അത് ഇതിന്റെ വേറെ തരം നമുക്കത് പറയാൻ പറ്റൂല. പക്ഷേ അതിലെന്താ എല്ലാവർക്കും ഗുണമാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ തരികിടകൾക്കും അല്ലേ കുറച്ച് തരികിടകൾ വേണം കമ്പനിയിൽ. കാരണം അല്ലെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ എപ്പോഴും പറയാം സ്ട്രീറ്റ് സ്മാർട്ട് ആവുക എന്നുള്ളതാണ്. സെയിൽസുകാരൻ എപ്പോഴും സ്ട്രീറ്റ് സ്മാർട്ട് ആയിരിക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റൂല. അവൻ സ്ട്രീറ്റ് സ്മാർട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ, ആ ഒരു കോമൺ സെൻസ് ഉള്ള ആളുകൾക്കാണ് കൂടുതലും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഈ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ വരുമ്പോഴേ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ ഇപ്പം ഈ ഒരു സ്റ്റാഫ് വെച്ചിട്ട് 2 സ്റ്റാഫൊക്കെ വെച്ചിട്ടുള്ള കളികളില്ലേ. അതെ അതെ. ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, ഞങ്ങൾക്ക് ആകെ 3 സ്റ്റാഫേ ഉള്ളൂ. ഓക്കെ. അതിൽ ഒന്നെൻ്റെ ഭാര്യയാണ്, പിന്നെ ഒരാളൊരു ഫാക്കൽറ്റിയാണ്, പിന്നെ ഒരാളുള്ളത് അഡ്മിൻ. അപ്പം ഇവിടെ നടക്കുന്ന മുഴുവൻ കിട്ടുണി സർക്കസാ. മനസ്സിലായി. ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നു. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഭാര്യയുണ്ട്, 2 സ്റ്റാഫുകൾ. ഇങ്ങനെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായും പറ്റും. ശരിക്കും ഞങ്ങൾ പറയുന്ന ഒരാളുണ്ടെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഇത് നമ്മുടെ ഓർമ്മയായിട്ട് വളരെ കണക്റ്റഡാണ്. ഇപ്പം ഞാനിപ്പം നിങ്ങളായിട്ട് സംസാരിച്ചു, ഓക്കെ, നിങ്ങളായിട്ട് സംസാരിച്ച് വെച്ചാൽ ഞാൻ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്തൊരു കണക്ഷൻ ഉണ്ടാവില്ല. സെയിൽസിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ് നിർത്തിയെടുത്ത് ഞാൻ അടുത്ത പ്രാവശ്യം തുടങ്ങണം. ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഒരു പെയിനും അതിനകത്തുണ്ടാവും, ആ പെയിൻ അഡ്രസ് ചെയ്യും വേണം. കറക്റ്റ്. അപ്പം ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണ്ടേ? ഇത് നോട്ട് ചെയ്ത് ഇപ്പം ഞാനിപ്പോൾ വാട്സപ്പിൽ ആളുകൾ വോയിസ് നോട്ട് അയക്കും. ഞാൻ എപ്പോഴും പറയും വോയിസ് നോട്ട് അയക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചെറിയ ടെക്സ്റ്റ് ഇടും. ഇല്ലെങ്കിൽ ഒരു 50 വോയിസ് നോട്ടിൽ ആ പറഞ്ഞ കാര്യം ഏതാണെന്ന് പറയുന്നത് നമ്മളിത് മുഴുവൻ കേൾക്കണം. സ്ട്രക്ചർ അല്ലാത്തതിന്റെ കുറെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ വാട്സപ്പ് അതിന് ലേബിൾസ് കൊണ്ടുപോകും. നമ്മൾ ലേബൽ വെച്ചിട്ട് ഈ ആൾ ഇന്ന ഓർഡറിന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എപ്പോഴും വാട്സപ്പും പ്രാക്ടിക്കൽ അല്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങിയാൽ, നിങ്ങൾ സിസ്റ്റമൈസ്ഡ് ആയാൽ, നിങ്ങൾ പ്രോസസ് ഓറിയന്റഡ് ആയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങൾ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഈ മാസം ക്ലോസ് ചെയ്യാൻ സാധ്യതയുള്ള ലീഡ്സിന്റെ ലിസ്റ്റ് നിങ്ങളെ കൈ കിട്ടിയാൽ നിങ്ങൾ അവരെ മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ വാട്സപ്പിൽ നോക്കിയിട്ട് ഇത് വിളിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പേപ്പറിൽ നോക്കി നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. എക്സൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. 1, 2, 3 ടീമൊക്കെയാണ് എക്സൽ വെച്ചൊക്കെ നിങ്ങൾക്ക് കളിക്കാം. പക്ഷെ എന്നാൽ പോലും ഈ ടൈം ലൈൻ കിട്ടൂല. ഇന്നലെ ഞാനൊരു കസ്റ്റമറോട് സംസാരിക്കാൻ പോയി. അപ്പം ആ കസ്റ്റമർ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമ്മളെ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു ഗെറ്റ് ലീഡാണ് നമ്മളെ പ്രൊഡക്റ്റ് വന്നത്. ഗെറ്റ് ലീഡ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു സാറേ ഏത് നമ്പറിലാണ് സംസാരിച്ചെന്ന് ചോദിച്ചു. ആ നമ്പർ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ കസ്റ്റമർ ജൂലൈ മുതൽ ഞങ്ങളായിട്ട് നമ്മളെ ടീമുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സാറ് 5 പ്രാവശ്യം ഫോൺ എടുത്തിട്ടില്ല, 3 പ്രാവശ്യം ഫോൺ എടുത്തു, 2 പ്രാവശ്യം എന്നിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു, ഇപ്പൊ താല്പര്യമില്ല എന്ന് പറഞ്ഞു, പിന്നെ സാർ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ സാർ പറഞ്ഞില്ല ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഉണ്ട്. ഇതെങ്ങനെയൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞു ഹിസ്റ്ററി നമുക്കുണ്ട്. ഈ ഹിസ്റ്ററി ഉണ്ടാകുമ്പോൾ കസ്റ്റമർ ഭയങ്കര കൺവിൻസ് ആയി. കസ്റ്റമറിനോട് പറഞ്ഞു നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ ഒരു ഡെമോക്ക് കൂടി റിക്വസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ട്രയൽ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറുമായിട്ട് ഒരു റാപ്പോ സെറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ആദ്യം മുതൽ പുതിയൊരാളെ കണ്ട പോലെ നമ്മൾ സംസാരിക്കണം. ഇനി അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് അവിടെ ഒരു സ്റ്റാഫ് മാറിയിട്ടുണ്ടെങ്കിലും ഈ ബാക്ക് ആൻഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈസിയാണ്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ ആദ്യം മുതൽ ചോദിക്കണം സാർ എന്തായിരുന്നു, സാർ എന്തിനായിരുന്നു വന്നത്, എങ്ങനെയാണ്, ഇപ്പൊ ഇത്രയും കാലം പറഞ്ഞ ആൾ എവിടെ നിന്ന് നമുക്ക് ദേഷ്യം വരും, കസ്റ്റമർ ഹാപ്പി ആവില്ല. കാരണം പലപ്പോഴും നമ്മൾ ഇത് ഒരുപാട് ഇങ്ങനത്തെ സെയിൽസ് കോൾസ് നമുക്ക് കിട്ടാറുണ്ട്. ഞാനൊരു AC-യുടെ AMC എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ, ഏത് സമയത്താണ് വരേണ്ടത്. കാരണം എപ്പോഴും നമ്മളവിടെ ആളുണ്ടാവില്ല, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പ്ലസ് വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ വീട്ടിലെ ആളുണ്ടാവുന്ന സമയം
പക്ഷെ ഇത് ഓരോ സെയിൽസ് സ്റ്റാഫ് അവിടെ മാറുമ്പോഴും ഇവരുടെ വിളി വരും. വിളി വരും. കാരണം വെച്ചാൽ ഇവരൊരു ഡാറ്റ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ ഡാറ്റ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക. കാരണം ഒരു ബിസിനസ്സുകാരൻ്റെ എംപ്ലോയി വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതെ, വീണ്ടും വിളിക്കാൻ അപ്പം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സെയിൽസ് സ്റ്റാഫ് അല്ലെങ്കിൽ ടെലികോളേഴ്സ് ഒക്കെ വെറുതെ ഇരിക്കണ്ടാകുന്നതും ആ പഴയ നമ്പറൊക്കെ എടുത്തിട്ട് ഒന്ന് വിളിച്ചേ. അപ്പൊ ഈ പഴയ നമ്പർ എടുത്ത് വിളിച്ചാൽ ചിലപ്പോ എനിക്കിത് വേണ്ട എന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ട് അപ്പം ഇത് മനസ്സിലാക്കാതെയാണ് പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നത്. അവന്റെ ഉള്ള റെപ്യൂട്ടേഷൻ പോകും. ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററി ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു കസ്റ്റമറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർ എന്താ പറഞ്ഞതെന്നുള്ളത് വേറൊരാൾക്ക് മനസ്സിലാകുന്ന ഇതിൽ നോട്ട് ഇടണം. അല്ലെങ്കിൽ വേറൊരാൾ രണ്ടാമത് പുതിയൊരു സെയിൽസ് സ്റ്റാഫ് വരുമ്പോൾ ഇവനിത് മനസ്സിലാവില്ല ഈ കസ്റ്റമർ എന്താ പറഞ്ഞു നിർത്തിയത്. ഇനി മേലാളിനെ വിളിച്ചു പോരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ റിക്വസ്റ്റഡ് നോട്ട് ടു കോൺടാക്ട് എന്ന് എഴുതി വെച്ചാൽ അടുത്ത പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചേ വിളിക്കുള്ളൂ. പോയ സാർ ഞങ്ങൾ സാറ് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുതിയൊരാളാണ്, സാറിന് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്നറിയാൻ വിളിച്ചാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് തുടങ്ങാം. ഇത് ഒരു ഐഡിയ ഉണ്ടാവില്ല. കസ്റ്റമർ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പോയിട്ട് വീണ്ടും പുതിയ ആള് ഹായ് സാർ ഞാൻ ഗെറ്റിയിരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ അപ്പം കിട്ടടി. അപ്പം അത് സംഭവിക്കും. അത് ഇത് സിസ്റ്റം അല്ലാത്തതിന്റെ പ്രശ്നമാണ്. സിസ്റ്റം വരുന്ന പ്രശ്നം ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ബാങ്കിൽ നിങ്ങൾ പോയാലും, നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ പോയാലും നിങ്ങളെ ഡീറ്റെയിൽ ചോദിച്ചാൽ അവർ കറക്റ്റ് ഡീറ്റെയിൽ എടുത്ത് തരും അല്ലേ? ആ ക്ലാരിറ്റിയാ. ആ ക്ലാരിറ്റി ബിസിനസ് ഓണർക്ക് ഉണ്ടെങ്കിൽ, അത് ബിസിനസ് ഓണർക്ക് വേണ്ട, ബിസിനസ് ഓണർ ടീമിന് വരെ ഉണ്ടാവും, എൻഡ് ടീമിന് വരെ ഉണ്ടാവും. സെയിൽസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡ് പോയിന്റിൽ കസ്റ്റമറെ ഡയറക്റ്റ് കാണുന്ന ആളാണ്. ആ ആൾക്ക് ആ എൻ്റെ ഓർഗനൈസേഷനിലെ എല്ലാ സ്റ്റാഫിന്റെ ഇൻഫർമേഷൻ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അത്ര സുഖമുള്ള പരിപാടി ഉണ്ടാവും. ഇതിനാണ് ചെറിയ പൈസയാവുള്ളൂ. എന്നിട്ടും ആൾക്കാർ എന്ത് ചെയ്യുന്നതാണ്, ഇത് ഇൻവെസ്റ്റ് ചെയ്യൂല ഇതിനകത്ത്. അയ്യോ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറെ നഷ്ടം വരുമല്ലോ, എന്റെ ഡാറ്റ പോവല്ലോ. ശരിക്കും ഡാറ്റ പോവില്ല. ഡാറ്റ നിങ്ങൾ എടുത്ത് തന്നെ ഉണ്ടാവും. നിങ്ങളെ കസ്റ്റമർ ഇപ്പൊ അവർ കൊണ്ടുപോകണമെങ്കിൽ മാക്സിമം എന്താ കൊണ്ടുപോകാം, നിങ്ങൾ ഫോൺ നമ്പർ കൊണ്ടുപോയിരിക്കും. എന്റെ ഹിസ്റ്ററി ഒന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഒരു സ്റ്റാഫ് പോകുമ്പോൾ. അപ്പം ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഈ ഹിസ്റ്ററി കംപ്ലീറ്റ് നമ്മൾ എടുത്തുള്ളിടത്തോളം കാലം നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ക്ലാരിറ്റി മറ്റേ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റാഫ് നമ്മളായിട്ട് ഹാപ്പി അല്ല, അയാൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്, നമ്മുടെ ഡാറ്റ അയാൾക്ക് എടുക്കാൻ കഴിയില്ല. ഐ മീൻ ഡാറ്റ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ ഹിസ്റ്ററി കൊണ്ടുപോകാൻ കഴിയില്ല. ഹിസ്റ്ററി കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടൊക്കെ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബേസിക്കലി എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. എക്സ്പോർട്ട് അഡ്മിന് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ സിസ്റ്റത്തിൽ നല്ല ഒരു സിസ്റ്റത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. എക്സ്പോർട്ട് ചെയ്ത് എല്ലാ ഡാറ്റയും കൂടി കൊണ്ടുപോയാൽ എല്ലാം പോയില്ലേ. അത് അഡ്മിന് മാത്രമേ പറ്റൂ. അഡ്മിൻ പറഞ്ഞാൽ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ഓണർ ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. അല്ലാത്ത ആൾക്കാർക്ക് അവരവരുടെ ഡാറ്റ കാണാം, അതിനകത്തുള്ള ഹിസ്റ്ററി നോക്കാം. അതിപ്പോ എന്തായാലും വേണമല്ലോ. എല്ലാവർക്കും എക്സ്ക്ലൂസീവ് ആരാ ചെയ്ത്, എന്താ ആക്ടിവിറ്റിയാ ചെയ്ത് എല്ലാം നമുക്ക് അറിയാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ഈ മേഖലയിൽ ഒന്ന് വിട്ടെ? ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. നമ്മൾ സർവീസ് കമ്പനി ആയിരുന്നു ആദ്യം. ആളുകൾക്ക് വേണ്ടി മൊബൈൽ ആപ്പും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു ക്ലയന്റ് വന്നു. ആ ക്ലയന്റിന് വേണ്ടിയിട്ട് മിസ് കോൾ അടിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് മിസ് കോൾ അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചൊരു റെസ്പോൺസ് പോകും. അതായത് നിങ്ങൾ കോൾ ഞങ്ങൾ റിസീവ് ചെയ്തു, ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പോകും. എന്നിട്ട് അവരെ നമ്മൾ തിരിച്ചു വിളിക്കും. അങ്ങനെയുള്ളൊരു ലീഡ് ജനറേഷൻ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആദ്യം ഒരു അലൂമിനി അസോസിയേഷന് അവരെ എല്ലാ മെമ്പേഴ്സിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അന്ന് BJPക്ക് മിസ് കോൾ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു. മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ BJPയിൽ മെമ്പർ ആവും എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടക്കുന്നില്ലേ, അതിലും മിസ് കോൾ അടിക്കുന്ന ഒരു ആക്ടിവേഷൻ സ്കീം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ട് പിന്നെ അത് ഇങ്ങനെ ഡെവലപ്പായി കുറെ കസ്റ്റമേഴ്സിനും ഞങ്ങൾക്കും സോൾവ് ആയി. ഞങ്ങൾ ആദ്യം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ അടുത്ത് ബിൽഡ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഈസി അല്ലേ. ഇപ്പൊ ഞാൻ ജസ്റ്റ് മിസ് കോൾ അടിച്ച ഇതിനകത്ത് ആക്ടിവേഷൻ ആയി, അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് റെസ്പോൺസ് കിട്ടി. നമ്മൾ പണ്ട് കോഴിക്കോട് ഒരു ഫിലിം സിറ്റി ഉണ്ടായിരുന്നു. ഫിലിം സിറ്റിയിലെ സിനിമേന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് മിസ് കോൾ അടിച്ച സിനിമ ഇന്നത്തെ സിനിമ നമ്മൾ തിരിച്ച് റിട്ടേൺ വരായിരുന്നു. അന്ന് ബുക്ക് മൈ ഷോ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. കുറെ മുന്നേ ഒരു 8 വർഷം മുമ്പ് ഇപ്പൊ നമുക്ക് ബുക്ക് മൈ ഷോയിലും എല്ലാത്തിലും ഭയങ്കര ആക്സസിബിൾ ആയി. പണ്ട് അത് അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം പേപ്പറിൽ ആ ഒരു സ്ഥലത്ത് നോക്കുകയായിരുന്നു. അപ്പൊ അതിന് പകരം ഞങ്ങൾ എന്ത് വെച്ചാൽ നമ്പർ ഇന്ന ഏതാ സിനിമ ഇറങ്ങിയെന്നുള്ള മിസ് കോൾ അടിച്ചാൽ ഇന്ന സമയത്ത് ഇന്ന ഷോ ഉള്ള സിനിമ എന്ന് അവർ ആ ബാക്ക് എൻഡിൽ നിന്ന് പുള്ളി ചെയ്ത് വരികയായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് മിസ് കോൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സാധനങ്ങൾ സ്റ്റാറ്റസ് ഒരു ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് മിസ് കോൾ അടിച്ചാൽ മതി. സോഫ്റ്റ്വെയറിൽ അവർ ഷിപ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ യുവർ ഓർഡർ ഷിപ്ഡ് എന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ്. അപ്പൊ അങ്ങനെ ഈസി ആക്കാനുള്ള കുറച്ച് ഓട്ടോമേഷൻ ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് CRMലേക്ക് എത്തിയത്. ശരിക്കും ഒരു ബിസിനസ്സുകാരൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മൾ AI ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല കസ്റ്റമറിന്റെ സെയിൽസ് ഡാറ്റയിലേക്ക് AI പുഷ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണല്ലോ. അപ്പം ഫേക്ക് ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷനോ കസ്റ്റമറിന് പോയി കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി ആ ബ്രാൻഡിന്റെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞങ്ങൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഭയങ്കരമായിട്ട് ഫെയിലായി.
ആ ഒരു സക്സസ് റേറ്റ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഈ കോൾ ആൻസർ ചെയ്യുന്നിടത്ത് AI കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ ആൻസർ ചെയ്ത് റിസർവേഷന് ഫസ്റ്റ് ലെവൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ AI വെച്ചിട്ടുണ്ട്. ചാറ്റ് ബോട്ടിൽ നമുക്ക് സക്സസ്ഫുള്ളി വർക്ക് ആയിട്ടുണ്ട്. പക്ഷേ കോളിൽ നമ്മളിപ്പോൾ അത് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1-2 കസ്റ്റമേഴ്സിന്. അപ്പോൾ അവർക്ക് പിന്നെ എന്തായി അവരെ സർവീസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ അതൊരു മനുഷ്യൻ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞ് സെറ്റാക്കുന്നത് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ അത് അത്ര അങ്ങോട്ട് ഉഷാറായിട്ടില്ല. ഇംഗ്ലീഷിൽ ഓക്കെയാണ്. ഞങ്ങൾ പിന്നെ ദുബായിലുള്ള ഒരു ക്ലയന്റിന് വേണ്ടി ചെയ്തത് ഭയങ്കര സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അവരെ ഒരു 2-3 എക്സിക്യൂട്ടീവ്സിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ അത് അത്യാവശ്യം ഇപ്പോഴും പഠിച്ചു വരുന്നവർ. പിന്നെ അതിന്റെ ആ ഒരു സംസാര രീതി കേട്ടാൽ തന്നെ നമുക്ക് ആൾക്കാർക്ക് ഒരു AI ആണെന്നുള്ളൊരു ഫീൽ വന്നതുകൊണ്ട് പിന്നെ സംസാരിക്കാൻ ടച്ച് പോവുക. കോൾ ഡ്രോപ്പ് ഭയങ്കര കൂടുതലാണ്. ആളുകൾ ഇതിന് അത്ര എൻഗേജ് ചെയ്യുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, വെറുതെ ഇത് മനുഷ്യനല്ല തന്നെ തമാശയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ ബാക്ക് എൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ കസ്റ്റമർ റൂട്ട് നമ്മൾ കൊണ്ടുവന്ന റൂട്ടിൽ കൂടെ പുറത്തേക്ക് ചാടി പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? നമ്മളെ ഒരു കസ്റ്റമറിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ഒരു 10% മെഷീൻ കൈകാര്യം ചെയ്താൽ ബാക്കി ചെയ്താൽ മതിയല്ലോ നമ്മൾ. അതൊരു 30% പോയാൽ നമുക്ക് അത്രയും സ്റ്റാഫിന്റെ മാൻ പവർ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ മാൻ പവറിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇതാണ് പ്രശ്നം. ആ ഒരു ഈ സിറിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയുള്ള ചോദ്യം വിൽ യു മാരി മീ? അതെ അതെ സെയിം അതേപോലത്തെ ആളുകൾ അതിനൊരു ഭയങ്കര ഫണ്ണാക്കി എടുക്കും, പിന്നെ അത് ശരിയാവില്ല. അതാണ് സംഭവിച്ചത്. അല്ല, പ്രബുദ്ധ കേരളത്തിൽ അത് നോക്കിയാൽ ശരിയാവുള്ളൂ. ആളുകൾ ഇതിനെ എങ്ങനെ മിസ്യൂസ് ചെയ്യാം എന്നുള്ളതായിരിക്കും ആദ്യം ആലോചിക്കാം. അപ്പൊ നമുക്കിനി നിങ്ങൾ 2 ആംഗിൾ പറഞ്ഞു. ഒന്ന് ഇതുപോലെ ഓട്ടോമേഷൻ, അതുപോലെ തന്നെ ഇതിനെ കാര്യങ്ങൾ ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ആക്കുന്നു. നിങ്ങൾ മറ്റൊരു വിങ് പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന മെന്ററിങ് അല്ലെങ്കിൽ അല്ലെ നിങ്ങൾ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറ്? ഞങ്ങളൊരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എടുത്തു വരുന്ന അധികവും ചെറിയ ബിസിനസ്സുകാരാണ്. അപ്പൊ ഇവർക്ക് ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടാവും. അവരെയാണ് നമുക്ക് പൊക്കിയെടുക്കുന്നത്. കാരണം എന്താ അറിയോ, ഈ വലിയ ബിസിനസ്സുകാർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, പൈസയുണ്ട്, കാര്യങ്ങളുണ്ട്. ഈ ഞാൻ എപ്പോഴും ഈ ട്രെയിനിങ്സിൽ പറയാറുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു വാക്കാണ് ഈ ചെറുകിട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തുന്ന ഒരു പരിപാടി. ആ ചെറുകിട ചെയ്യുന്ന ആളുണ്ടല്ലോ, അവന്റെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലുതാ ചെയ്തോണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെ, അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവന്റെ ബൈങ് കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം ചെയ്തോണ്ടിരിക്കുക. പക്ഷെ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറുകിട, ഭയങ്കര നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ള പറയുന്ന ഒരു ഫീലും കൂടി ഇതിനകത്ത് വരും. ചിലപ്പം ഇത് ക്ലാസിഫൈ ചെയ്ത് അവർക്ക് ഗവൺമെന്റൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് ഫീൽ ചെയ്യുന്നത് ഒരു എന്താ പറയാ, ഒരു നമ്മളങ്ങോട്ട് തരം താത്തുന്ന പോലെയുള്ള. ലോകത്തിലെ ഏറ്റവും നല്ല ട്രെയിനർ ആരാന്നറിയോ? ഈ ലോകത്തില് ഞാനാണ്, എന്റെ വീട്ടില് ഞാൻ മാത്രാന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പൊ അതേപോലെ ഈ കൂട്ടർക്ക് അത്ര വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക? നമ്മൾ ചെറിയ ആളുകളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സിസ്റ്റം ഉണ്ടാവില്ല അവർക്ക്. പക്ഷെ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ബാക്കിയുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്കും മാറണം. ഈ പറഞ്ഞ എല്ലാവരും അവരെ കൊണ്ട് നിങ്ങൾ ചെറിയ ടീമാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവല്ലോ. അപ്പോൾ അവർ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ബേസിക്കലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് അതേപോലെ സോഫ്റ്റ്വെയർ ചെയ്യാൻ ശ്രമിക്കരുത്. ഇവർ ഏറ്റവും ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? നിങ്ങളിപ്പോൾ പേപ്പറിൽ എഴുതിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസം അതേപോലെ സോഫ്റ്റ്വെയർ കൊണ്ടുവരാനാണ് പലരും ശ്രമിക്കുക. ശരിക്കും അങ്ങനെയല്ല. സോഫ്റ്റ്വെയർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്റ്റെപ്പുകളും വേണ്ട, അതുകൊണ്ടാണല്ലോ അവിടെ സോഫ്റ്റ്വെയർ വരുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസ് മാത്രം സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാം, എൻ്റെ സ്റ്റെപ്സ് കൊണ്ടുവരണ്ട. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രോബ്ലത്തിന് ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ 4 സ്റ്റെപ്പ് കൂടി ആയിരിക്കും. സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ 2 സ്റ്റെപ്പ് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്യും, ബാക്കി 2 സ്റ്റെപ്പ് മാത്രം എന്ത് ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങൾ എൻഡ് ഓഫ് ദ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ടോ നോക്കുക. പിന്നെ എല്ലാവരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ERP വേണം. എല്ലാവരും ERP എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സാധനം വേണം, അക്കൗണ്ട്സ് വേണം, ഫിനാൻസ് വേണം, HR വേണം, എല്ലാം കൂടി അങ്ങോട്ട് ഒറ്റയടിക്ക് ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം. ഞാൻ അതും പറയുന്നത് വെച്ചാൽ ആദ്യം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നിങ്ങൾക്കിപ്പം HR പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ HR പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അതിൽ നിങ്ങൾ വിചാരിച്ച ഒരു ഔട്ട്കം അതിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങൾ സെയിൽസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അടുത്ത പ്രോബ്ലം ഫിനാൻസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇതെല്ലാവരും കൂടി പോയിട്ട് ഒറ്റ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ആ പ്രോസസ്സ് നടക്കില്ല, ഈ പ്രോസസ്സ് നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് പറയുന്ന ഒരു കേസിൽ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പോലും ഒരു ചെറിയ മൊഡ്യൂളേ പറഞ്ഞു കൊടുക്കുള്ളൂ. ഇപ്പോൾ ലീഡ് മാനേജ്മെന്റ് മാത്രമാണെങ്കിൽ ലീഡ് മാനേജ്മെന്റ് മാത്രമേ പറയുള്ളൂ. അവരത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു പോയിന്റിൽ എത്തുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കോൾ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്താ അറിയോ, അതും ചെയ്യൂല
ഇതും ചെയ്യൂല. മൊഡ്യൂൾസുകളായിട്ട് തിരിച്ചിട്ടേ നമ്മൾ ട്രെയിനിങ് വരെ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പൊ വലിയ കമ്പനികളിൽ ERM ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയർ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. ഇത് ബിസിനസ് ഓണർ തന്നെയാണ് അക്കൗണ്ട്സ് നോക്കുന്നത്, ബിസിനസ് ഓണർ തന്നെയാണ് ഫിനാൻസ് നോക്കുന്നത്, ബിസിനസ് ഓണർ ആണ് സെയിൽസ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്ക് ഇത് ചെയ്യാനുള്ള ഗ്യാപ്പില്ല, ഇയാളത് ടീമിന് പഠിപ്പിച്ചെടുക്കാൻ ഗ്യാപ്പില്ല. ഇയാൾ ഓക്കെ ആണ്, ഇയാൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ആകെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനത്തിൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ഈ മാറ്റങ്ങൾ ഇവർ എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ എൻ്റയർ സിസ്റ്റം സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരും. ഞാൻ പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. പേപ്പറും പെന്നും ഉപയോഗിച്ചുള്ള നടത്തുന്ന യുദ്ധം കൊണ്ട് നമുക്കിത് ജയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് വലിയ പ്ലേയേഴ്സാണ്. ഇപ്പോൾ ആമസോൺ ആയാലും, ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ടാറ്റയിൽ പോയിരുന്നത്. അപ്പോൾ ടാറ്റയിൽ പോയ സമയത്ത് ഡിസ്കൗണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആമസോണിൽ എനിക്ക് ഇത്ര റേറ്റാണ് കിട്ടുന്നത്, എനിക്ക് ഈ റേറ്റ് തരണം സാർ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സോഫ്റ്റ്വെയറിൽ എനിക്ക് റേറ്റ് മാച്ച് ചെയ്തു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ മാനേജറോട്, സാർ ഇത് മാനേജർ ഇല്ലാത്ത കമ്പനിയാണ്, നമുക്ക് എൻ്റയർ സിസ്റ്റത്തിൽ നമുക്ക് ഇത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ മുകളിലൊരു അയാളാണ് ബോസ്. അപ്പൊ അയാൾക്ക് ബോസ് ആകാൻ വരെയുള്ള കപ്പാസിറ്റി, അതായത് ഒരു ഏറ്റവും താഴെ നമ്മളോട് സംസാരിക്കുന്ന ഒരാൾക്ക് ബോസ് ആവാൻ വരെയുള്ള കപ്പാസിറ്റി സിസ്റ്റം ലെവലിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ക്രോമയിൽ വെറും സെയിൽസ് സ്റ്റാഫ് വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്. അല്ല, മാനേജേഴ്സ് ഉണ്ട്, പക്ഷേ ഈ പറയുന്ന ഡിസിഷൻ എടുക്കാൻ അവർക്ക് മാനേജർ വേണ്ട. അപ്പൊ പവർ ടു ദ എംപ്ലോയി ആണ്. അത് കൊടുക്കാൻ ആർക്ക് പറ്റും? നമ്മൾ സിസ്റ്റം യൂസ് ചെയ്താൽ പറ്റും. അത് കൊടുത്താൽ മാത്രമേ നമ്മൾ സ്കെയിൽ ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന സാധനങ്ങൾക്ക് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ, ഞാൻ തൊട്ടാലേ ഗ്രോ ചെയ്യൂ എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് അത് മാറ്റി തുടങ്ങി അത് മെഷർ ചെയ്യാനുള്ള മെക്കാനിസം നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ HR ആണെങ്കിൽ HR ഇന്ന കാര്യം ചെയ്തോ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം, വേണ്ടേ? സെയിൽസ് ആണെങ്കിൽ ഇന്നലത്തെ നിന്ന് എന്ത് വ്യത്യാസം വന്നു എന്ന് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഇത് നമുക്കൊരു വലിയ റിപ്പോർട്ട് കിട്ടും. നമ്മളിത് നോക്കൂ, നമുക്ക് ഈ നമ്പർ പോലും ഓർമ്മ ഉണ്ടാവില്ല, ഇന്നലെ എന്തായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ടാണ് നമ്മളിത് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന ചലഞ്ചാണ് ഈ പ്രശ്നം. പക്ഷെ ഇതൊന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു കുഞ്ഞി പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുക, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുക, അടുത്ത കുഞ്ഞി സോൾവ് ചെയ്യുക, അങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റാഫ് ആണ്. അപ്പം അത്രയും വലിയൊരു ടീം, അല്ലെങ്കിൽ അത്രയും എഫേർട്ട്, അത്രയും പൈസ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാർ അവരൊരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുവാണ്. അപ്പം ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചു, ബിസിനസ്സുകാരൻ്റെ 3 ലെവലാണ് അത്ര. ഒന്ന് പൈസ ഉണ്ടാക്കിയ പൈസ നിലനിർത്തിയ പൈസ വർദ്ധിപ്പിക്കുക. അതാണ് നിങ്ങൾ ഈ സ്കെയിലപ്പ് ഒരു കൺസെപ്റ്റാണ്. ഒരു ചെറിയ ഒരു ബിസിനസ്സുകാരനെ, ഒരു മേ ബി അത്ര വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല, ഒരു 1-2 പേരൊക്കെ വെച്ച്, ഇപ്പം ഞങ്ങളൊക്കെ പോലെയുള്ള ഒരു കുഞ്ഞു ബിസിനസ്സുകാരൻ, അയാൾക്ക് ഇത് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി അഖിലിൻ്റെ കമ്പനിക്ക് എന്ത് ഓഫർ കൊടുക്കാൻ പറ്റും? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ കണ്ടൊരു കാര്യം പറയാം. എനിക്കൊരു ട്രിവാൻഡ്രത്ത് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ആൾക്ക് 3 സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആളൊരു ലോണ് ചെയ്യുന്ന കമ്പനിയാണ്. പക്ഷേ അതിൻ്റെ ഓണർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആൾ ഭയങ്കര ഡ്രൈവുള്ളൊരു മനുഷ്യനാണ്. എന്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റും ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവർ നമ്മളെടുത്ത് വന്നു, CRM എടുത്തു, സബ്സ്ക്രൈബ് ചെയ്തു. കാരണം അവർക്ക് മെയിൻ പരിപാടി സെയിൽസ് മാത്രമല്ല, അവർക്ക് ബാക്കിയൊക്കെ ബാങ്കുമായിട്ടുള്ള ടൈപ്പും ഒരു ഓപ്പറേഷൻ ഒരു 2 ആളുകളാണ്. ഇവർക്ക് ഇപ്പോൾ 24 സ്റ്റാഫുണ്ട്. ഓക്കെ, ഇവർ സ്കെയിൽ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടതാണ്. ഇങ്ങനെ 2 ആയി, 3 ആയി, 4 ആയി. അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 സ്റ്റാഫ് ചെയ്യുന്ന കാര്യം അവർ സിസ്റ്റത്തിലേക്കാക്കി. പിന്നെ അവർ ലീഡ്സിന്റെ എണ്ണം കൂട്ടി. ഒരു സൈഡ് കൂട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ മാനേജ് ചെയ്യാൻ ഒരാളൂടി വേണം. അവർ ഒരാളെയും കൂടി കൂട്ടി. ഒരു സൈഡ് ടൈറ്റ് ആക്കും, എന്നിട്ട് മറ്റേ സൈഡ് ഒപ്റ്റിമൈസ് ചെയ്തു. അങ്ങനെ കൊണ്ടുപോയി അവർ സ്കെയിൽ ചെയ്തു. ഞാൻ പറയുന്നത് ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. സെയിൽസ് ഇമ്പ്രൂവ് ചെയ്താണ്. ഓപ്പറേഷൻസ്, നിങ്ങൾക്കൊരു 1000 കസ്റ്റമർ വന്നാൽ അതിന് കൊടുക്കേണ്ട സർവീസ് കൊടുക്കാൻ നമുക്കറിയാം. നമ്മൾ അതിലാണ് ബെസ്റ്റ്. സർവീസ് കൊടുക്കാൻ നമ്മൾ ബെസ്റ്റാ, പക്ഷെ സെയിൽ കൊണ്ടുവരാൻ നമ്മൾ മോശം. മിക്കവാറും കമ്പനികളിൽ പ്രോഡക്റ്റ് അടിപൊളിയായിരിക്കും, അവിടുത്തെ ടീം അടിപൊളിയായിരിക്കും, ഒക്കെ അടിപൊളിയായിരിക്കും, സെയിൽസ് ഉണ്ടാവില്ല. സെയിൽസ് കൂട്ടാനുള്ള പണിയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എന്താ ചെയ്യുക? സെയിൽസ് കൂട്ടണമെങ്കിൽ ബേസിക്കലി മാർക്കറ്റിംഗ് സ്ട്രോങ് ആക്കണം. മാർക്കറ്റിംഗ് സ്ട്രോങ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക്, നമ്മൾ തുടങ്ങിയത് തന്നെ പോവാ, നിങ്ങൾക്ക് ആരാ നിങ്ങൾ ഐഡിയൽ കസ്റ്റമർ എന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിംഗ് ടീമിന് പറഞ്ഞു കൊടുക്കുക. മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾ വാങ്ങുന്ന ബ്രാൻഡ് നിങ്ങളെ മുമ്പിൽ 1-2 പ്രാവശ്യം വന്നു പോയ ബ്രാൻഡായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ 10 സോപ്പുണ്ട്. നിങ്ങൾ എപ്പോഴും സോക്ക് എടുക്കുക ലെക്സോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ആയിട്ട് തോന്നുന്ന ബ്രാൻഡ്. നിങ്ങൾക്ക് ഈ ലെക്സിന് എവിടുന്നാണ് നിങ്ങൾ അറിയുന്നത്? മാർക്കറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അല്ലേ? മാർക്കറ്റ് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. നമ്മളെ ബ്രാൻഡ് എന്താ ആളുകൾ അറിയാത്തത്? നമ്മളെ ബ്രാൻഡ് ആൾക്കാർ ചൂസ് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം ആലോചിക്കുന്നത് എന്താ? അവനൊരു 2 പ്രാവശ്യം അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രാൻഡ് അവർ ചൂസ് ചെയ്യും കുറച്ചും കൂടി ഈസി ആയിട്ട്. അപ്പം ആ ഒരു സോഷ്യൽ പ്രൂഫ് ഭയങ്കര വലിയ സംഭവമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇതല്ല. ഇപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താ?
ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇയാൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടോ അല്ലേ? സത്യം. അത് ആലോചിച്ചാൽ നമ്മൾ വാങ്ങുന്നത്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സാധനം. അപ്പൊ നമ്മൾ എന്തിനാ നമ്മൾ കാര്യം വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ ഭയങ്കര മടിയാണ്. ഇവൻ ഞാൻ ആലോചിച്ചു, നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും ആലോചിച്ചതായിരുന്നു. പക്ഷെ ആ സോഷ്യൽ പ്രൂഫ് ഇല്ലാതെ ആളുകൾ ബൈ ചെയ്യുന്നില്ല. അത് നിർബന്ധം. അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസർമാരൊക്കെ ഗ്രോ ചെയ്യുന്നത്, ഈ പറയുന്ന മാർക്കറ്റിംഗ് ഗ്രോ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയാം, യു സ്റ്റാർട്ട് വിത്ത് മാർക്കറ്റിംഗ്. അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ലീഡ്സ് ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് നല്ല ടീമിനെ നമ്മൾ ആദ്യം വെക്കുക. ആദ്യം ബിസിനസ് ഓണർ സെല് ചെയ്യുക, എന്നിട്ട് അതിനൊരു ഫോർമുല ഉണ്ടാക്കുക. ആദ്യം സംസാരിക്കുന്നത് എന്താണ്, പിന്നെ സംസാരിക്കേണ്ടത് എന്താണ്, ഒബ്ജക്ഷൻ വന്നാൽ എന്താണ്. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കസ്റ്റമർ എടുത്ത് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, കസ്റ്റമർ പറയുന്ന ഒബ്ജക്ഷൻസ്, ഇവർ ഓരോ പ്രാവശ്യം ഒരു ഒബ്ജക്ഷൻ വന്നാൽ ആ ഒബ്ജക്ഷനും അതിനെന്ത് പറയണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ചീറ്റ് ഷീറ്റ് പോലെ. ഓക്കെ, പുതിയൊരു സെയിൽസുകാരൻ വരുമ്പോൾ അവൻ ഇതാ പഠിക്കുന്നത്. എന്ത് പ്രശ്നമാണ്, പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇത് പറയണം, നിങ്ങളതിൽ ക്വാളിറ്റി കുറവാന്ന് പറഞ്ഞാൽ ഇത് പറയണം, നിങ്ങളതിൽ പിന്നെ നിങ്ങളിത് ഇവിടെ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് പറയണം. അങ്ങനെ അയാൾ ഈ പറയുന്ന എല്ലാ ഒബ്ജക്ഷനും ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ പറയാ സക്സസ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി. പുതിയ കുട്ടികൾ വരുന്ന സമയത്ത് അവർ ക്ലോസിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അവരൊരു പ്രോസസ്സിന്റെ ഭാഗമാട്ടോ. ഈ പറയുന്ന റിജക്ഷൻ ആണല്ലോ നമ്മളൊക്കെ പ്രശ്നം. ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ട്രെയിനിങ്ങിന്റെ ഫീ ഭയങ്കര കൂടുതലാണ്, എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങളിതിപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒരു അഫോർഡബിലിറ്റിന്റെ ഫീൽ തോന്നും, പക്ഷെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ ആവും എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് റീതിങ്ക് ചെയ്യിപ്പിക്കുക. അതിനൊരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണ്ടേ. ഇത് നമ്മളെ സെയിൽസ് ടീം പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഇമ്പ്രൂവ് ആവും. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് വരുന്നത്. എക്സാക്ട്. അപ്പൊ അത് കൺവിൻസ് ചെയ്യണം, ആ വാല്യൂ കൊടുക്കും. പക്ഷെ പുതിയൊരാൾ വരുന്ന സമയത്ത് അയാൾ ജസ്റ്റ് കുറച്ച് പഠിച്ചിട്ടേ ഉണ്ടാവും. പിന്നെ ഒന്നാമത് സെയിൽസ് നമ്മൾ എവിടെയും ട്രെയിനിങ് ഇല്ലല്ലോ. എവിടെയാണ് സെയിൽസിന് ട്രെയിനിങ് ഉള്ളത്? സെയിൽസുകാരൻ ഒരു പണിയും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വന്ന് സെയിൽസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് മിക്കവാറും ആൾക്കാർ സെയിൽസിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് തുടക്കം തൊട്ടേ സെയിൽസുകാർ വരണം, സെയിൽസുകാർ പഠിച്ച് വരണം സെയിൽസിലേക്ക്. അതൊരു മാരക സാധനമാണ്. നമ്മൾ അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ കിട്ടുന്ന കോൺഫിഡൻസ്. നിങ്ങളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാം. നിങ്ങളൊരു എന്ത് സാധനത്തിൽ നിങ്ങൾക്ക് ഭയങ്കര പവർ അല്ലേ, നിങ്ങൾക്ക് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നത് അല്ലേ? അല്ല, ഇതിനകത്ത് സെയിൽസുകാർ ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് വളരെ റെലവെന്റ് ആണ്. കാരണം സെയിൽസിലേക്ക് വരുന്ന ആളുകൾ സെയിൽസ് പഠിച്ചിട്ടല്ല വരുന്നത്, വന്ന് ഒരാളുടെ കൂടെ നിന്ന് സെയിൽസ് പഠിക്കുവാണ്. ആ സമയത്തും പലപ്പോഴും എല്ലാവരും ലൈഫ് സ്റ്റൈൽ കൂട്ടാനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ലൈഫ് സ്കില്ല് കൂട്ടുന്നില്ല. കറക്റ്റ്. കമ്മ്യൂണിക്കേഷൻ ആയാലും ഇപ്പോൾ അല്ലേ, ഓരോരുത്തരുടെയും ഇതുണ്ടല്ലോ. ഇപ്പം പലപ്പോഴും ഞാൻ കാണുന്ന ഒരു സംഭവം ഇതാ, ഇവർക്ക് വേണ്ട ഫെസിലിറ്റീസ്. ഇപ്പം സെയിൽസ് സ്റ്റാഫിന് എല്ലാവർക്കും ഒരേപോലത്തെ ടീഷർട്ട് കൊടുക്കും, കമ്പനി വാങ്ങി കൊടുക്കും, അവരുടെ ലോഗോ ഒക്കെ വെച്ച് നല്ല ചന്ത ഉണ്ടാവും. എല്ലാവരും കൂടി ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ മറ്റേ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ ഇവര് 100 ആളുണ്ടെങ്കിൽ 100 ആളും വായ തുറന്നു കഴിഞ്ഞാൽ ആ ക്വാളിറ്റിയെ പോയി. അപ്പം ഈ ഡ്രസ്സ്, ഷർട്ട്, പാൻറ്, ഷൂ, ടൈ ഒക്കെ നമുക്ക് വാങ്ങി കൊടുക്കാം. പക്ഷെ ഇവന്റെ സ്കില്ലിനെ, ഇവന്റെ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെ മാറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങളൊക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും പല ചോദ്യങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന, ഇപ്പൊ ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയണേ, യൂസഫ് അലിയൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടാണോ ഈ ബിസിനസ്സിലേക്ക് എത്തിയത്? ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. മുകേഷ് അംബാനി എവിടുന്നാണോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഇവര് കൊണ്ടുവന്ന ആ ഒരു ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ഇതുപോലുള്ള ഒരുപാട് ട്രെയിനേഴ്സ് അവരുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അവരെ അനുഭവങ്ങൾ ഉണ്ടല്ലോ. പിന്നെ നമ്മളെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ലൈഫിൽ ഈ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവര് ട്രെയിനിങ്ങിന് വരണ്ട. ഞാൻ നല്ല ദിവസം നമ്മുടെ ഈ സുക്കർബർഗിന്റെ, മാർക്ക് സുക്കർബർഗിന്റെ ഇങ്ങനെ വായിച്ചപ്പോൾ 32ാമത്തെ വയസ്സിലങ്ങോട്ട് ലോകത്തിലെ 3ാമത്തെ കോടീശ്വരനായി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഈ 32 വയസ്സിലൊക്കെ എങ്ങനെയാണ് ലോകത്തിലെ കോടീശ്വരനാവണേ? അപ്പം നോക്കിയപ്പോൾ 10ാമത്തെ വയസ്സിൽ കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ടാക്കി വിറ്റായിരുന്ന ആളാണ്. വേറെ ലെവൽ മനുഷ്യനാണ്. അപ്പൊ 10ാമത്തെ വയസ്സിൽ കോഡിങ് പഠിച്ച് എലോൺ മസ്കിന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ഒരു കിണറ്റിലങ്ങ് ചാടിയിട്ട് എലോൺ മസ്കിന്റെ ഫാമിലിയിൽ ഒരു കാറ്റഗറി വന്നപ്പം കുട്ടികളൊക്കെ ഇവിടുന്ന് വർത്താനം പറയുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് പോവുക, കറണ്ട് പോകുക, അങ്ങനെ അയച്ചു തരാം. ഇതിപ്പോ വീഡിയോ കാണാൻ ഇപ്പൊ കമന്റ് ഇടും, അമേരിക്കയിൽ എവിടെയാണോ കറണ്ട് കിട്ടും, അവിടെ ഫീസ് ആയതായിരിക്കുമ്പോഴും എന്തായാലും ആവട്ടെ. അപ്പൊ ഇരുട്ടായപ്പം ഒരു കൊച്ചു പേടിച്ചു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എലോൺ മസ്ക് പറഞ്ഞു കൊടുക്കുക, ഇത് ഇരുട്ടല്ല, ഇത് വെളിച്ചത്തിന്റെ അഭാവമാണ്. നമ്മൾ ഈ സാധനം കോഴിക്കോട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ തൃശ്ശൂർ ഇരുന്നിട്ടോ പറഞ്ഞാൽ വട്ടായി എന്നാ പറയാം. അപ്പൊ ആ ഒരു റേഞ്ചുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനുവേണ്ടി അയാൾ എത്രയോ പുസ്തകങ്ങൾ വായിച്ചു, ആ അറിവിനെയാണ്. പക്ഷെ ഇതിനെ സ്റ്റാഫിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ ഞാൻ കണ്ടുവരുന്ന ബിസിനസ് ഓണേഴ്സ് എന്ന് വെച്ചാൽ ഇവർ ഓടി നടന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു. ഈ ബിസിനസ് ഗ്രൂപ്പുകൾ, BNI പോലുള്ള അല്ലെങ്കിൽ JCI പോലുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇവർ ഭയങ്കര ആക്റ്റീവാണ്.
പക്ഷെ ഇവരുടെയൊക്കെ സ്റ്റാഫുകളിൽ നിന്ന് പറഞ്ഞാൽ അറിയും മുതലാളിക്ക് വട്ടായി, മുതലാളി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നടക്കുവാണ്. ഈ ട്രെയിനിങ്സിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്താണ് കാര്യം പ്രശ്നം കിടക്കുന്നത്. ഇത് ഇംപ്ലിമെന്റേഷനിലേ ഞാൻ എപ്പോഴും നമ്മുടെ ടീമിൻ്റെ അടുത്ത് സെയിൽസ് ടീമിനകത്ത് പറയുന്ന ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരും ഈ ട്രെയിനിങ്ങിന്റെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണും. ഇവർ ഒരു എൻ്റയർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യില്ല. അതിന്റെ ഈ 30 സെക്കൻഡ് കട്ട്സ് ഇങ്ങനെ കാണും. ഇപ്പം നമ്മളിപ്പോൾ ഒരു സെയിൽസ് ജോലി എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ജോലിയാണെങ്കിലും അതുമായിട്ട് നമ്മളെ സ്വഭാവത്തിനനുസരിച്ച് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഫീഡ് ചെയ്യല്ലോ. അപ്പോൾ ഇവർ കാണുന്ന സമയത്ത് ഇപ്പോൾ ഈ മാരകമായിട്ട് കോൾഡ് കോൾ ചെയ്യുന്ന ആളെ കാണാം, അല്ലെങ്കിൽ ഒറ്റ ഡീലിൽ പോയിട്ട് ക്ലോസ് ചെയ്യുന്ന ആളെ കാണാം. അപ്പൊ ഇവരെപ്പോഴും കമ്പയർ ചെയ്യുക ഇവരുമായിട്ടാണ്, എക്സ്പേർട്ടുമായിട്ടാണ്. ഞാനൊരു ഫ്രഷർ ആയിട്ടുള്ള ഞാൻ എന്നെ കമ്പയർ ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇതേപോലെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ ഫെയിലിയർ ആവും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ക്വാളിറ്റി ഞാൻ ആയിട്ടില്ല. എനിക്ക് അങ്ങനെ വാക്കുകൾ അത്ര ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും ഞാൻ എന്നെ കൊണ്ട് പറ്റിയ പണിയല്ലത്, ഞാൻ അത്ര ടോപ്പല്ല എന്ന്. ഇവരൊരു 1000 കോൾ ചെയ്തിട്ടായിരിക്കും ഇതുപോലെ കോൾഡ് കോൾ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ 1000 ആളുകളെ മുമ്പ് നിന്ന് റിജക്ഷൻ ഏറ്റുവാങ്ങിയിട്ടായിരിക്കും ഇത്ര സ്മൂത്ത് ആയിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ടാവുക. കമ്പയർ ചെയ്യുന്നതൊക്കെ എക്സ്പേർട്സുമായിട്ടാണ് എല്ലാ സാധനങ്ങളും. നമ്മൾ അംബാനിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം അംബാനി എവിടെ കിടക്കുന്നു, നമ്മൾ അവിടെ കിടക്കുന്നു. നമ്മൾ കമ്പാരിസൺ പോലും വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ആ സമയത്ത് കിട്ടുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ ഇവർ കമന്റ് ചെയ്യാം. ഇവർ ഇതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഇവരെന്താ നോക്കിയിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ ശ്രദ്ധിക്കാറില്ല. ബേസിക്കലി അന്നേരം എനിക്ക് തോന്നി, അന്നേരം എൻ്റെ ഒരു മൂഡ് അതാണ്, ഞാൻ കമന്റ് ചെയ്തു, ഞാൻ പോയി, ആളും അത് മറന്ന്. പക്ഷെ ഇതിന്റെ താഴെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് വായിച്ചിട്ട് പിന്നെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ അത് എൻ്റെ മുൻപത്തെ ഒരു പോഡ്കാസ്റ്റില് ഇതുപോലെ ഒരു ബിസിനസ് ഓണറായിട്ട് ഞാൻ സംസാരിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നതിന് വലിയ ബുദ്ധിയൊന്നും വേണമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ ആളിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞ അതിൻ്റെ അടിയിൽ താൻ ആരാടും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അയാള് 1100 കോടി രൂപയുടെ ബിസിനസ് ടേൺ ഓവറുള്ള ആളാണ് ഈ പറഞ്ഞ ആള്. അയാളുടെ ഒരു ആശയമാണ് അയാൾ പറഞ്ഞത്. ഈ കമന്റ് ഇട്ട ആള് എത്ര കോടിയുടെ ബിസിനസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇയാൾക്ക് ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ ഇയാൾക്കും ഇതുപോലെ ഒരു ബിസിനസ്സുകാരനാവായിരുന്നല്ലോ. ഇത് വർക്ക് ചെയ്യിപ്പിച്ച് ഇപ്പൊ ഞാൻ കണ്ട കുറെ ബിസിനസ്സുകാരെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ സെയിൽസിന് മാത്രം നിൽക്കുന്നുണ്ട്, ഇവരിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടായിരിക്കും പലതും പറയുന്നുണ്ടാവും. ഇപ്പൊ ഞാന് നമ്മളെ ഇതിനകത്തുള്ള ഒരു കസ്റ്റമർ അവർ ട്രാവൽസ് ചെയ്യുന്നത്, ഇവർ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി. അതായത് ഇപ്പൊ ഹോളിഡേയ്സ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് വിറ്റ് നോക്കി, അതിനകത്ത് ട്രെയിനർമാരെ കൂടെ കൊണ്ടുപോയിട്ട് ഹോളിഡേയ്സ് ചെയ്ത് നോക്കി. ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം, അതായത് അവർക്ക് കുറച്ചുകൂടി ഒരു ട്രിപ്പ്, അതെ അപ്പൊ അതേപോലെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അത് വർക്കാവുന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് കണക്ട് ആവും. പോയിട്ടുള്ള സ്ഥലങ്ങള് ഒരു ട്രെൻഡ് ഉണ്ട്, അത് ഓരോ ട്രെൻഡ് ഇവർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ പക്ഷെ ഇത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ചുറ്റുപാടിലുള്ള ഒരു ചെറിയൊരു ലോകത്ത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിന് കമന്റ് ചെയ്യുന്നത്. ഇയാൾ ചിലപ്പോൾ പൈസ സ്പെൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, പൈസ കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, ഇയാളെ സർക്കിൾ വർക്ക് ആയിട്ടുണ്ടാവില്ല. അത് ബേസിക് ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. പക്ഷെ അതൊന്നും ആലോചിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അയാളുടെ പ്രോഡക്റ്റിനെയോ സർവീസിനെയോ വെച്ചിട്ടായിരിക്കും അയാൾ കമ്പയർ ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഈ പറഞ്ഞ ആള് ഈ കമന്റ് ഇട്ട ആളുടെ അയാളും ചില ബിസിനസ്സുകാരനായിരിക്കും, ഡിഫറെന്റ് പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പം ചക്ക വെക്കുന്ന പോലെ അല്ലല്ലോ മീൻ വെക്കേണ്ടത്. ഇപ്പൊ മലബാർ ഗോൾഡ് വർക്ക് ചെയ്യുന്ന പോണോ, മലബാർ ഗോൾഡ് ആഡ് ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ജ്വല്ലറിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അവരെ ബൈയിങ് കപ്പാസിറ്റി ഗെയിമേ ഡിഫറെന്റ് ആണ്. അവര് ചിലപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, ഇപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇൻവെസ്റ്റർ കൊണ്ടുവരാനായിരിക്കും. അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിരിക്കും. അവർ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന മോഹൻലാലിനെയോ അല്ലെങ്കിൽ കരീന കപൂറിനെയോ ഒക്കെ കൊണ്ടുവരുന്നത്. നമ്മൾ നോക്കുന്നത് ഇവിടെ ഷോറൂമിൽ ആള് കയറാൻ വേണ്ടിയിട്ട് കരീന കപൂറിനെ കൊണ്ട് ആഡ് ചെയ്യിപ്പിച്ചതായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമ്മളെ അസംഷനും അവരെ ഒബ്ജക്റ്റീവ് നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഷോറൂമിൽ കയറാൻ മോഹൻലാലിനെ കൊണ്ടുവന്നിട്ട് മോഹൻലാലിന് ഞാൻ 5 കോടിയോ 4 കോടിയോ ഒക്കെ കൊടുത്തിട്ട് മോഹൻലാലിനെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ഷോറൂമിൽ ആള് കയറൂല. കാരണം എന്റെ ഒബ്ജക്റ്റീവ് ഡിഫറെന്റ് ആണ്, അവരുടെ ഒബ്ജക്റ്റീവ് ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കാണ്ട് നമ്മൾ കോപ്പി അടിച്ച് നമ്മൾ തോറ്റു. നമുക്ക് എന്ത് വർക്കാവുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അത് വർക്കാവ് പോലും ഇല്ല, പിന്നെയും ടെസ്റ്റ് ചെയ്യുക, പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കി എടുത്തില്ല, പലപ്പോഴും ഈ ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ അങ്ങനെ മൂക്കത്ത് കൈവച്ച് തന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദ്ഘാടനത്തിന് ഏതെങ്കിലും ഒരു നടിയെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ താരം, അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവരും. പക്ഷേ ഈ വരുന്ന ആളുകൾ ഈ ബ്രാൻഡിനെ കാണാനല്ല വന്നത്. കറക്റ്റ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ, ഞാനിപ്പോ റീസെന്റ് ഞാനൊരു പ്രോഗ്രാമിന് പോയി, നടി വന്നു,
നടിയുടെ കൂടെ സെൽഫി എടുക്കുന്നു, നടി വരുന്നു, ഫോട്ടോ എടുക്കുന്നു, നടി ഡാൻസ് കളിക്കുന്നു, നടി പാട്ട് പാടുന്നു, നടി കൈയടിക്കുന്നു, ഇതൊക്കെ ഭയങ്കര സന്തോഷം. നടി കാറി കയറി പോയി ആൾക്കാർ ഇറങ്ങിപ്പോയി. ഇതിൽ ഒരെണ്ണം പോലും ആ കമ്പനിയിൽ കയറി വന്ന് ആ കമ്പനി വിൽക്കുന്ന പ്രോഡക്ട്സുകൾ ഏതാണ്, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ എന്താ, ഇതിന്റെ വില എന്താണ്, ഇതിന്റെ ക്വാളിറ്റി എന്താണ്, ഇതൊന്നും നോക്കിയില്ല. നോക്കൂല, അതങ്ങനെ തന്നെയാ. അപ്പം അങ്ങനെയുള്ള ഒരു ക്രൗഡിനെ കൊണ്ടുവന്നിട്ട് കുറെ പൈസയും ചെലവാക്കി, എനിക്ക് മനസ്സിലായിടത്തോളം പല ഉദ്ഘാടനവും കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഗ്ലാസുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള അതിന്റെ ബലം കുറയും. കാരണം അത്രയും നമ്മളത് നശിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും. അവിടെ ഉണ്ടായിരുന്ന പൂച്ചട്ടികളും കാര്യങ്ങളൊക്കെ നാശമായി പോയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയൊക്കെ ലോസ് വരുത്തിയിട്ട് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇതിനൊക്കെ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുമോ എന്നുള്ളതാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് പിന്നെ നമ്മളൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് പിന്നെ വേടന്റെ പ്രോഗ്രാമിന് നമ്മൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു അസംഷൻ എന്ന് പറഞ്ഞാൽ വേടന്റെ പ്രോഗ്രാം ആകുമ്പോൾ ഇത്രയും ആളുകൾ വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് വർക്കാവും എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തൊരു ബ്രാൻഡിനായിട്ട് അസോസിയേറ്റ് ചെയ്ത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് മെഷർമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അതിന് ട്രാക്കിംഗ് മെക്കാനിസം കൊടുത്തു. ഇത് എത്ര പേര് എൻഗേജ് ചെയ്യുന്നുണ്ട്, എത്ര പേര് ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇതാകുന്നുണ്ട് എന്നൊക്കെ നോക്കിയില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് മുഴുവൻ നമ്മൾ ഇതിൻ്റെ മെസ്സേജ് അയച്ചു, ഇതിനകത്ത് മെൻഷൻ ഉണ്ടായിരുന്നു, എല്ലാ സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ എൻഗേജ്മെന്റ് ഇല്ലായിരുന്നു. എല്ലാവർക്കും കണ്ടത് വേടനായിരുന്നു. വേടനെ കണ്ടു, വേടൻ പോയി, പരിപാടി തോർന്നു. നമ്മൾ അതിന് സ്പെൻഡ് ചെയ്ത പൈസ എവിടെ ഇല്ലാണ്ടായി. പിന്നെ നമുക്ക് മനസ്സിലായി ഈ പറയുന്ന ഇതുപോലത്തെ എൻഗേജ്മെന്റ്, ഹൈലി എൻഗേജ്മെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആ ബ്രാൻഡിന് വർക്കാവില്ല. നമുക്ക് മനസ്സിലായി. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ മെഷർ ചെയ്തു. നാനോ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ മെഷർ ചെയ്തു. നമുക്ക് അതിന് സ്പെൻഡ് ചെയ്തതിന്റെ പകുതി പൈസക്ക് സാധനം വർക്കായി. അതിനേക്കാൾ ഇമ്പാക്ട്. അപ്പം ബ്രാൻഡുകൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വർക്കാവും, നമുക്ക് എവിടെ വർക്കാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ വേണം. സത്യം, പലപ്പോഴും പലർക്കും വേണ്ടത് ആളെ കൂട്ടുക എന്നുള്ളതാണ്. ഡാമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് അതുകൂടെ പോകുന്ന വണ്ടിക്കാർ മുഴുവൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ ഇത്രയും ശാപം വലിച്ചു കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെ, അവിടെ ട്രാഫിക് ബ്ലോക്ക്, അടി, ബഹളം, ഈ വന്നവന് കാണാൻ പറ്റുന്നില്ല. ഞാൻ വളരെ വിഷമത്തോടു കൂടി കണ്ട എന്താ അറിയോ, ഈ നടിയെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഈ ഞാൻ നടി എന്നിങ്ങനെ പറയുമ്പോൾ തോന്നണം, ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് അയാളുടെ കൂടെ സെൽഫി എടുക്കുന്ന സമയത്ത് ഇത് കൊണ്ടുവന്ന ഓണർ അവിടെ നിൽക്കണ്ട, അയാളെ പിടിച്ചൊരു തള്ളു. ആരെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അയാളാണ് ഇത്രയും കാശ് മുടക്കിയിട്ട് ഈ നടിയെയോ അല്ലെങ്കിൽ സെലിബ്രിറ്റിയോ കൊണ്ടുവന്ന്, അയാൾക്ക് ഒരു വാല്യൂ ഇല്ല അവിടെ. ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫണലിൽ പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഇപ്പം നമ്മളൊരു സെലിബ്രിറ്റീനെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും ഒരു പോയിന്റിൽ. പക്ഷെ അത് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്യണം. ആക്ടിവേഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഞാൻ സെലിബ്രിറ്റീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആക്ടിവേഷൻ ചെയ്യണം. ഇപ്പൊ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിനാണ് കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. ജിമ്മിന്റെ ഉദ്ഘാടനത്തിനാണെങ്കിൽ സെലിബ്രിറ്റി അവിടെ വരുന്ന ആളുകളെ ആ ജിമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആക്ടിവേഷൻ ചെയ്യണം. എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇതൊരു ലക്കി ഡ്രോ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ അവരിതിലേക്ക് ചാനലൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പണിയെടുക്കണം. യൂഷ്വലി എന്താ ചെയ്യാന്നറിയോ, ഇവർ വരുന്നു, കഥ പറയുന്നു, പോകുന്നു. അതോടുകൂടി ആൾക്കാരൊക്കെ പോയി ഈ ബ്രാൻഡിന് ലാസ്റ്റ് ഒരു മനുഷ്യന് ഓർമ്മ ഉണ്ടാവും. ബ്രാൻഡ് ഏതാന്ന് പോലും ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ വിൻസ്പെറിന്റെ ആഡിൽ മോഹൻലാൽ ഭയങ്കര അടിപൊളിയായിട്ട് സംഭവം ചെയ്തു. ഓക്കെ, ഇതിനകത്ത് വേറൊരു വീഡിയോ ഞാൻ കണ്ടതാണ്. ആളുകൾ മുഴുവൻ ചോദിച്ചിട്ട് മോഹൻലാലിന്റെ പുതിയ ബ്രാൻഡ് ഏതാ വന്നതെന്ന് ചോദിച്ച സമയത്ത് ആൾക്കാർ ഇപ്പോഴും മലബാർ ഗോൾഡ് എന്നാ പറയുന്നത്. കാരണം ആ റീകോൾ അതാ. ഓക്കെ, പക്ഷെ വിൻസ്മേര വലിയൊരു ബ്രാൻഡ് ആയതുകൊണ്ടും അവർക്ക് ഇനിയും ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അവർ ഇനിയും അത് ഓടിക്കുന്നത് കൊണ്ടും അത് വിൻസ്മേര മോഹൻലാലായിട്ട് കണക്ട് ആവും. ഈ പറയുന്ന സാധാരണ ചെറിയ ബ്രാൻഡുകൾ ഇതേപോലെ വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ ബ്രാൻഡ് റീകോൾ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ഈ കണ്ടന്റോ ഈ കോൺസെപ്റ്റോ യൂസ് ചെയ്യുന്നില്ല. 1 day കൊണ്ട് അതങ്ങ് തീർന്നു പോവാ. അപ്പൊ ഈ ചാനലൈസ് ചെയ്ത സാധനത്തിന് ഇവർക്ക് പിന്നീട് ബിസിനസ് ആക്കാൻ പറ്റുന്നില്ല. ഇവർ വരുന്നു പോന്നു. അതായത് ഒരു പടകം പൊട്ടിയാൽ ആ ഒച്ച തീരുന്ന പോലെ ഇതങ്ങ് തീരും. അത്രയും പൈസ ഒറ്റയടിക്ക് പോകും. ശരിക്കും എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പ്ലാൻ ചെയ്യണം. ഇവര് വന്ന ഈ പറയുന്ന ഓഡിയൻസ് ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ ചാനലൈസ് ചെയ്യാൻ പറ്റും. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറയുന്ന സെലിബ്രിറ്റി വന്ന് പോകുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന പോലെ അത് ഏത് ബ്രാൻഡായിരുന്നു കൊണ്ടുവന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്നാൽ പൃഥ്വിരാജ് വന്നിട്ടുണ്ടല്ലോ, അത് ഏത് ബ്രാൻഡായിരുന്നു ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ പൃഥ്വിരാജ് ആയതുകൊണ്ട് നമുക്ക് കല്യാൺ ചിത്രം കണ്ടില്ല. പൃഥ്വിരാജ് ആയതുകൊണ്ട് നമുക്ക് കല്യാൺ ചിത്രം എന്നൊക്കെ പറഞ്ഞ് അത്രയും റീകോൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ എത്ര പ്രാവശ്യം നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു. അല്ല, അത്രയും റീകോൾ അവർ ചെയ്യുന്നുണ്ട്. മൈജിന്റെ ഒരു ക്യാമ്പയിൻ ചെയ്ത സമയത്ത് ഒരാൾ പറഞ്ഞതാണ് 8 പ്രാവശ്യം അവർ ഓണത്തിന്റെ സമയത്ത് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പഴത്തെ എൻഡിൽ എത്തുമ്പോഴത്തേക്ക് ടച്ച് ചെയ്യുന്ന പറയുന്നത്. 8 തവണ റേഡിയോയിൽ ടച്ച് ചെയ്യും, TV ടച്ച് ചെയ്യും, പേപ്പറിൽ ടച്ച് ചെയ്യും, ബോർഡിങ്ങിൽ ടച്ച് ചെയ്യും, ബോർഡ് കണ്ടി ടച്ച് ചെയ്യും. അപ്പൊ
ഒരാളെ മനസ്സിൽ ആ ബ്രാൻഡ് കയറുന്ന ഒരു കേരളുണ്ടല്ലോ, ശരിക്കും നമ്മൾ ആ ലെവലിൽ പ്ലാൻ ചെയ്യണം. അതങ്ങനെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ് അത് വർക്ക് ആകുന്നത്. ഇത് ആക്സിഡന്റലി സംഭവിക്കുന്നതല്ലല്ലോ. ചെറിയ ബ്രാൻഡുകളാണെങ്കിൽ ചെറിയ രീതിയിൽ ഇത് പ്ലാൻ ചെയ്യാം. അവരുടെ വരുമാനത്തിനും അവരുടെ വലുപ്പത്തിനും അവരുടെ റീച്ചിനും അനുസരിച്ചുള്ള ഗസ്റ്റുകളെ കൊണ്ടുവന്ന്, പലപ്പോഴും ഗസ്റ്റുകളെ ചൂസ് ചെയ്യുമ്പോഴേ ഈ പ്രോഗ്രാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു മേഖലയിൽ നിന്നാണ് ഒരാളെ കൊണ്ടുവരുന്നത്. ഓഡിയൻസും ഡിഫറെന്റാ. അവർക്ക് വേണ്ടത് എന്താ, ഇപ്പം എന്താ പറയാ, ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പം ആ മേഖലയിൽ ടോപ്പായിട്ടുള്ള ഒരാളാണ് അവിടുത്തെ സെലിബ്രിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ് ഓഡിയൻസ് വരും. ഇപ്പം ഒരു ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ ഒരു ഫിറ്റ്നസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഭയങ്കര കണക്ട് ആവുന്ന ഒരാളെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പോയാൽ ഭയങ്കര കോമഡി ആയിരിക്കും. അത് വേറെ അല്ല പറയാ, ഇതുമായിട്ട് ഒരു ബന്ധം ഫിറ്റ്നസ് ആണ്. ഞങ്ങൾ പോയി നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് വരുന്നേ. അയാൾ പറയാണ് ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചത് ഇതുപോലെ ഒരു ഉദ്ഘാടനത്തിന് പോയതാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കാര്യങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കൂലേ? പോവില്ലെന്നുള്ള വേറെ കാര്യം, സബ്സ്ക്രിപ്ഷൻ എടുക്കുമോ? അല്ല, അവിടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തില്ല. ഇപ്പൊ ഒരു ജിമ്മ് പോലുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് എനിക്ക് അടുത്തൊരു ഇടിവെട്ട് പണി കിട്ടി. നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ സ്പോർട്സിന്റെ ഒരു മീറ്റ് നടക്കുന്നുണ്ടായിരുന്നു കുന്നംകുളത്ത്, മറ്റേ സിന്തറ്റിക് ട്രാക്കിൽ. അപ്പോൾ അവിടെ അതിന്റെ കോച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിരുന്ന ആള് എന്നായിട്ട് നല്ല അടുപ്പമുള്ള ഒരു ഹരി സാർ എന്ന് പറഞ്ഞൊരു സാറ്, അദ്ദേഹമാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് അവിടെ സമ്മാനം കൊടുക്കാൻ വന്ന ആള് എന്തോ അർജന്റായിട്ട് എന്തോ ഒരു മീറ്റിങ്ങിന് പോകേണ്ടി വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഹരിസാർ ഞാൻ പഠിച്ചിരുന്ന കോളേജിലെ കോച്ചൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു പരിചയത്തുമ്പോൾ അവിടെ പോയതാണ്. എൻ്റെ മോൾ അവിടെ ആർച്ചറി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവളെ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. എന്നെ കണ്ട വഴിക്ക് ഹരിസാർ പറഞ്ഞു, സാർ ഇങ്ങനെ വന്നാൽ നമുക്ക് ഈ സമ്മാനം കൊടുക്കുന്നത് 100 മീറ്ററൊക്കെ ഇങ്ങനെ പഴം പോലെ ഓടണ പിള്ളേർക്ക് ഞാൻ സമ്മാനം കൊടുക്കാൻ പറ്റില്ല. എന്തോ ഒരു കുറ്റബോധം. ആ 100 മീറ്റർ ഞാൻ ഓടിയാൽ ഞാൻ മരിക്കും. അപ്പം ഞാൻ ഹരിസാരോട് പറഞ്ഞു, സാറേ ഒരു കാരണവശാലും എനിക്കിത് കൊടുക്കാനുള്ള അർഹതയില്ല എന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, അതൊന്നും വിഷയമില്ല സാറ് കൊടുത്തേന്നൊക്കെ പറഞ്ഞ് ആ സ്കൂളിൻ്റെ ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കട്ടെ. പക്ഷേ എനിക്കിപ്പോഴും ആ ഫോട്ടോസ്, എന്നിട്ട് എനിക്ക് ആ ഫോട്ടോസൊക്കെ അയച്ചു തന്നു. ആ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ എനിക്കൊരു ചമ്മലും ഒരു പടിയാണ്. കാരണം എന്താ വെച്ചാൽ അത് നല്ല 8-ന്റെ മണി കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പ്. അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അടിയിൽ വരും കമന്റ് വരും, ഇതും താനായിട്ട് എന്താണോ എന്നുള്ള രീതിയിൽ. കമന്റ് വരെ നമുക്കൊരു വിഷയമൊന്നുമില്ല, നമ്മളത് കാണാറില്ല. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കി എടുത്തോളെ, നമ്മളൊരു ബ്രാൻഡിനെ കൊണ്ടുവരുമ്പോൾ ആ ബ്രാൻഡുമായി ബന്ധമുള്ള കണക്ട് ചെയ്യുന്ന ആളുകൾ ഭയങ്കര എഫക്റ്റീവ്, അപ്പോഴാണ് അത് എഫക്റ്റീവ് ആവുന്നത്. ഇതേപോലെയാണ് പലരും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, സെയിൽസ് എടുക്കണം എന്ന് വിചാരിച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മാർക്കറ്റിംഗ് എവിടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പൊ ചെറുകിട ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംഭവമാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഒരു സെവൻസ് ഫുട്ബോൾ. അവിടെ ഒരു ഫ്ലെക്സ് സെവൻസ് ഫുട്ബോളിൽ വന്ന എത്ര ആള് ആ ഫ്ലെക്സ് വായിച്ചു? റിലവന്റ് ആയ സ്ഥലം അതാ ഞാൻ ആ സെവൻസ് ഫുട്ബോൾ നടത്തുന്ന കമ്മിറ്റിക്ക് സംഭാവന കൊടുക്കുന്ന നല്ലത്. അല്ല, അത് കുറെ ഈ നാട്ടിലും പുറത്തുള്ള സാധനങ്ങളിൽ കുറെ അങ്ങനെ ബന്ധങ്ങളുടെ പുറത്ത് ചെയ്യും. പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഓഡിയൻസ് അവരുണ്ടാവുമോ എന്നുള്ളത് നോക്കണം. ഇപ്പം എൻ്റെ ബിസിനസ് ചെയ്യുന്ന ആള്, എൻ്റെ ബിസിനസ് പിന്നെ ഞാനിപ്പോൾ എൻ്റെ കസ്റ്റമർ, ഐഡിയൽ കസ്റ്റമർ ബാറിൽ പോയിട്ട് സ്ഥിരമായിട്ട് 2 കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. കാരണം ആ ഒരു കപ്പാസിറ്റി ഉള്ള, അതായത് നോർമൽ ബാറല്ല, കുറച്ച് പ്രീമിയം ബാറിൽ പോയിട്ട് കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ ബാറിൽ പ്രൊമോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ബാറിലേക്ക് പോകുന്ന വഴി ഞാൻ ഉണ്ടാവണം, എന്റെ ബ്രാൻഡ് ഉണ്ടാവണം. ഇനി സ്പോർട്സ് ചെയ്യുന്ന ആളാണ്, അതായത് അയാൾ ഒരു ഇൻഡോർ ട്രാക്കിൽ പോയി കളിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ സ്പോർട്സിൽ ഇൻട്രസ്റ്റിലാണ്, ഞാൻ അവിടെ ബ്രാൻഡ് ചെയ്യണം. എൻ്റെ കസ്റ്റമർ സ്വഭാവം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബാങ്കിലുള്ള ആളുകൾ ഈ ക്ലബിലൊക്കെ വന്ന് ജോയിൻ ചെയ്യും, ബാങ്ക് മാനേജേഴ്സ്. ഇപ്പൊ കോസ്മോപൊളിറ്റൻ ക്ലബ്ബ്, അതുപോലെ തന്നെ വലിയ വലിയ റിലയൻസ്, റോട്ടറിയിലൊക്കെ വന്നിട്ട് അവർ അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കും. എന്തിനാ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് കാരണം പ്രീമിയം ലെവലിലുള്ള ഇവർക്ക് വേണ്ട രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റിയ, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ അവിടെ അവർ സ്പോൺസർ ചെയ്യും. എന്തിനാ ബാങ്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ സ്പോൺസർ ചെയ്യുന്നത്? ബാങ്ക് സാധാരണ സ്ഥലങ്ങളിൽ സ്പോൺസർ ചെയ്യാത്തതുകൊണ്ടാ. കാരണം അവർക്ക് വേണ്ട ഓഡിയൻസ്, അവർക്ക് പൈസ സ്പെൻഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ അവിടെ കിട്ടും. ചെറിയ ബിസിനസ്സുകാർ ശരിക്കും ആലോചിക്കേണ്ടത് എൻ്റെ കസ്റ്റമർ, എൻ്റെ ഷോപ്പിലേക്ക് വരാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിൽ നിന്ന് വാങ്ങാൻ പറ്റിയ ആള് ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലം ഏതാണ്? അയാൾ എവിടെ പോയി ഇരിക്കാറുണ്ട്? അയാൾ വൈകുന്നേരം ഫ്രീ ആയ എവിടേക്കാ പോവുക? അല്ലെങ്കിൽ ഫ്രീ ആകുമ്പോൾ അയാൾ എന്താ ചെയ്യുക? ആ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാവണം. അയാൾ പോയി ഇരിക്കുന്നിടത്ത് എൻ്റെ ബ്രാൻഡ് വേണം. അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. സത്യം, മെല്ലെ 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 കൺവേർട്ട് ആവും. അപ്പോൾ നമ്മൾ TV സീരിയൽസിനൊക്കെ സ്പോൺസർ ചെയ്യുന്ന ആഡുകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ലംബോർഗിനിയും ഫെറാറിയും അല്ലെങ്കിൽ ബെൻസും ഇതൊന്നും എന്താ ചെയ്യാത്തെ? അതിന്റെ അതല്ലല്ലോ അവരുടെ ഓഡിയൻസ്. അവിടെ വീട്ടമ്മമാരായിരിക്കും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ അച്ചാറ്, അപ്പച്ചട്ടി, പ്രഷർ കുക്കർ, കുട്ടികളുടെ പാമ്പേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അവിടെ കൂടുതലും. ഈ ടാർഗറ്റ് ഓഡിയൻ എന്ന് പറയുമ്പോഴേ ഇപ്പം ഈ ഒരു മെസ്സേജ് ദാറ്റ്സ് ഫൈൻ, ലൈക്ക് ഇപ്പം നമ്മൾ കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് ഓക്കെയാണ്. പക്ഷേ ഇതിനൊരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ,
പലർക്കും ഇത് അറിയാം, ഒരു ഇൻഹിബിഷൻ ഉണ്ട്, മടിയുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാലും ഇപ്പൊ ഇത് കാണുന്ന ഒരാൾക്കെങ്കിലും തോന്നുമല്ലോ ഇതൊന്ന് മാറ്റിപ്പിടിക്കണം എന്നുള്ളത്. അപ്പൊ അതിന് പറ്റിയ വല്ല കോച്ചിങ്ങുകളോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിലൊക്കെ അഖിലിനെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഞാൻ ഇതിനകത്ത് എപ്പോഴും പറയുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷർ ചെയ്യാത്തതാണ് ഈ പറയുന്ന നമ്മൾ ഈ കാണുന്ന പ്രോബ്ലംസിന്റെ ഒക്കെ കാരണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ലീഡേ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ലീഡിന് ആ നമ്പർ നിങ്ങളെ കയ്യിൽ വേണം. അത് 1, 2 ആവും, 2, 5 ആവും, 2, 10 ആവും. അപ്പൊ ഞങ്ങളുടെ കേസിൽ അക്കൗണ്ടബിലിറ്റി വേണം. അത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പേപ്പറിലും പെന്നിലും നടക്കും. പിന്നെ നിങ്ങൾ ടൂൾസിലേക്ക് പോവാ. ചെറിയ ബിസിനസ് ആണെങ്കിൽ നമ്പർ എഴുതി വെക്കുക. എത്രയാണെങ്കിലും നമ്പർ ആക്കുക. നമ്പർ ആക്കിയാലേ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുള്ളൂ. നമ്മൾ മനസ്സിൽ കമ്പയർ ചെയ്താൽ തെറ്റിപ്പോവും. പേപ്പറിൽ നിങ്ങൾക്ക് തെറ്റില്ല. പേപ്പറിലോ ബുക്കിലോ പെന്നിലോ സിസ്റ്റത്തിലോ എക്സൽ ഷീറ്റിലോ നിങ്ങൾക്ക് നമ്പേഴ്സ് വേണം. നിങ്ങൾ ആ നമ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുക. കഴിഞ്ഞ മാസം എനിക്ക് 10 ലീഡ് വന്നു, ഈ മാസം എനിക്ക് 15 ലീഡ് വന്നു. അപ്പോൾ എൻ്റെ 5 ലീഡിന് ഇമ്പ്രൂവ്മെന്റ് എനിക്കുണ്ട്. ഈ പ്രോഗ്രസ് കാണാതെ നമുക്ക് ജിമ്മിൽ പോകുമ്പോൾ കിക്ക് കിട്ടാത്തതുകൊണ്ട് അറിയോ, നമ്മൾ പ്രോഗ്രസ് ഡേ ബൈ ഡേ കാണാത്തതുകൊണ്ട്. നിങ്ങൾക്ക് പ്രോഗ്രസ് കാണാത്ത ഒരു സാധനം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നോക്കുമ്പോൾ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നതിന് കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് പ്രോഗ്രസ് നിങ്ങൾ മെഷർ ചെയ്യാത്തതുകൊണ്ടാണ്, നിങ്ങൾ നമ്പറുമായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. എല്ലാം നിങ്ങളൊരു നമ്പറിലേക്ക് മാപ്പ് ചെയ്ത് നോക്കി. നിങ്ങൾ ലീഡ്സ് വരുന്നത്, സെയിൽ ക്ലോസ് ചെയ്യുന്നത് ഒക്കെ ഒരു നമ്പറിലേക്ക് മാപ്പ് ചെയ്യാം. നമ്പറിൽ മാപ്പ് ചെയ്താൽ നിങ്ങളെ കളി മാറാൻ തുടങ്ങും. നിങ്ങൾ തന്നെ അറിയാണ്ട് നിങ്ങൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളിപ്പോൾ ഡെയിലി വെയിറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കും. ഡെയിലി നോക്കണം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു 6 മാസത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തലയിലില്ല. ഡെയിലി നിങ്ങൾ വിചാരിക്കുക ഞാൻ എന്നും വെയിറ്റ് നോക്കുമെന്ന് അറിയുമ്പോൾ നമ്മൾ ഈ വെയിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ഒരു സാധനം വരാൻ തോന്നും. അയ്യോ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ഇതെന്താ കൂടി കുറയാത്ത. മെഷർ ചെയ്താൽ അതിന് ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും ലോങ് ടേം ഈ പറയുന്ന കൺസിസ്റ്റൻസി വേണം. അത് ഉണ്ടാവില്ല. നമുക്ക് നാളെ കിട്ടണം, അല്ലെ ഇപ്പൊ കിട്ടണം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ആ കിക്ക് കിട്ടുക. അതാണ് ജിമ്മിൽ പോകാൻ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ 6 മാസം കളിച്ചാലേ ഞാൻ എന്തെങ്കിലും ഒന്ന് കാണും എൻ്റെ ശരീരത്തിൽ, അല്ലേ? ആ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നവരെ നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡേ 1 തൊട്ടിട്ട് എഴുതി വെക്കുക. അത് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ അത് എന്താവുന്നു ആലോചിക്കണ്ട. എഴുതി വെക്കുന്നത് മാത്രമാണ് നിങ്ങൾ ടാർഗറ്റ്. ഞാൻ ഇന്ന് എഴുതിയോ, ഞാൻ ഇന്ന് എഴുതി, നാളെ എഴുതിയോ, ഞാൻ എഴുതി. കുറച്ച് കാലം ഇത് എഴുതുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കളി മാറും. ഞാൻ എൻ്റെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്ത സാധനം. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത്, ഗെറ്റ്ലിയൻ തുടങ്ങുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 700 എത്രയോ ലീഡ്സ് ആയിരുന്നു നമ്മളുടെ അടുത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് എക്സലിൽ. ഓക്കെ, ഇന്ന് നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 19,000 ചില ലീഡ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ CRM-ൽ. കറക്റ്റ് നോക്കിയാൽ ആപ്പിൽ നോക്കിയാൽ കിട്ടും. 19,000 സംതിങ് ലീഡ്സ് നമുക്ക് വന്നു. അതായത് 5-6 വർഷം കൊണ്ട് ഞങ്ങൾ ജനറേറ്റ് ചെയ്ത് നമുക്ക് വന്ന, ഞങ്ങൾ ഫിൽട്ടർ ചെയ്ത ചില ലീഡാണ്. അതിനകത്ത് 4,000 ആൾക്കാർ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ, കൂളായി കിടക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്തൊരു 1000-ഓളം 1,500-ഓളം ഇൻവാലിഡ് നമ്പർ ഉണ്ട്. ഇങ്ങനെ എനിക്ക് ഡാറ്റ എടുക്കാൻ പറ്റും. പക്ഷെ ഇത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം സംഭവിച്ചാണ്. ഒരു ദിവസം 19,000 ആയതല്ല, മെല്ലെ കൂടി. ഇപ്പൊ ഞങ്ങൾക്ക് ആ ക്ലാരിറ്റി ഉണ്ട്. ഇതെല്ലാ ബിസിനസ്സിനും കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ആ ക്ലാരിറ്റി വരുമ്പോൾ നിങ്ങൾ അതിന്റെ മുകളിൽ പണിയെടുക്കും. എവിടെയാ പണിയെടുക്കേണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് അറിയില്ല, നമ്മളൊരു ബ്ലൈൻഡ്, നമ്മളൊരു ഇമാജിനേഷനിൽ ഇങ്ങനെ പോവാം. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നമ്മൾ ആ പ്രശ്നം നോക്കി പോകുമ്പോൾ അവിടെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. നമ്പർ ഇല്ലാത്തതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞത് കണക്ട് എവറി പ്രോബ്ലം വിത്ത് എ നമ്പർ. നിങ്ങൾക്ക് ആ ചേഞ്ച് കാണാൻ തുടങ്ങും. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ എല്ലാ ദിവസവും ഈ പറയുന്ന ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് വ്യത്യാസം വരും. എവറി ഡേ ഇതൊരു ഹാബിറ്റ് ആക്കുക. ചെറിയ കാര്യമുള്ളൂ, കുട്ടിക്കാര്യാണ്, പക്ഷേ ഭയങ്കര നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങുകയെ. അത് മാത്രമേ പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ ആ ഫുഡിന് ടേസ്റ്റിനേക്കാൾ അവൻ അതിൻ്റെ കലോറി കാണും. നിങ്ങളൊരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണെങ്കിൽ നിങ്ങൾ അതിനകത്ത് കലോറി കാണുള്ളൂ. നിങ്ങൾ ബിരിയാണി കാണുന്ന സമയത്ത് ഇത് ബിരിയാണി എന്നല്ല തോന്നുന്നു. എന്റെ ഭഗവാനെ 1,500 കലോറി അല്ല ഇരിക്കുന്നത്. ഇത് കത്തണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്പർ മാപ്പ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബിസിനസ്, ചെറിയ ബിസിനസ്സുകാരോട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളതാണ്, നമ്പർ മാപ്പ് ചെയ്യുക, നമ്പർ കണക്ട് ചെയ്യുക, നമ്പർ മാത്രം സംസാരിക്കുക. സെയിൽസുകാരെ നോക്കട്ടെ, നമ്പറല്ല. നാളെ നമ്പറല്ല. ശരിയാക്ക, നമ്പറല്ല. ഇതിന് എപ്പോ ശരിയാക്കുന്നു നോക്കിയാൽ അപ്പോ 5-ാം തീയതി ശരിയാക്കുന്നതാണ്. 5-ാം തീയതി ഒരു നമ്പറായി. അയാൾ ഒരു പൈസ എത്ര കംപ്ലൈന്റുകൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു. നമ്പറിലേക്ക് മാപ്പ് ചെയ്യുക. നിങ്ങൾ എല്ലാ ചോദ്യവും നമ്പറിലേക്ക് മാപ്പ് ചെയ്യും. നമ്പറിലേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു മോനെ രക്ഷല്ല. മറ്റന്നാൾ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാളത്തേക്ക് നിങ്ങൾ 22-ാം തീയതി അല്ലേ അപ്പൊ തിരിച്ചു ചോദിക്കണം. അല്ലെങ്കിൽ നാളെ വീണ്ടും പിന്നെയും സാർ മറ്റന്നാൾ ഇങ്ങനെ 22-ാം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ 22-ാം തന്നില്ല, 22-ാം തീയതി എല്ലാവർക്കും 22-ാം തീയതി. അപ്പൊ ആ രീതിയിൽ ഒന്ന് കാര്യങ്ങൾ ചെയ്താൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ എപ്പോഴും ബിസിനസ് ഓണേഴ്സിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം തന്നെ അവർക്കൊരു ഡാഷ്ബോർഡ് കൊടുക്കും.
ഓക്കെ. അപ്പോൾ ആ ഡാഷ്ബോർഡിൽ അവർ നമ്പർ കാണുന്നത് ആദ്യം ഇവർ എന്ത് ചെയ്യില്ല, അത് അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. ഓക്കെ, നമ്പർ അല്ലേ എന്നുള്ള ലെവലിൽ ഞങ്ങൾ ഇതൊന്നും കാണുന്ന എന്നുള്ള രീതിയിൽ നിൽക്കും. ഇത് മൂവ് ചെയ്യാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വരാണ്ടിരിക്കുമ്പോൾ ഇവർ ഇതിനകത്ത് ഇടപെടാൻ തുടങ്ങും. എൻ്റെ ടീമിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ എന്ത് മെട്രിക്സിലേക്കാണോ കണക്ട് ചെയ്ത് അതിലേക്ക് മാറാൻ തുടങ്ങും. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്ക് സെയിൽസ് കുറവാണ്. ഓക്കെ, നിങ്ങൾ ഒരു ഇതിനകത്ത് എഴുതി വെക്കുകയാണ് ഇന്നത്തെ സെയിൽസ് 15 ലക്ഷം രൂപ. അടുത്ത ദിവസം മാറും, നിങ്ങൾ അക്കൗണ്ടന്റിനോട് പറഞ്ഞിട്ടുണ്ട് സെയിൽ മാറും ഇതിനകത്ത് എഴുതി വെക്കണം. ഓക്കെ, ഈ മാസത്തിൽ നിങ്ങൾ നാളെ വരുന്ന സമയത്ത് 15 ലക്ഷം, മൂന്നാം ദിവസം വരുമ്പോൾ 15 ലക്ഷം, നാലാം ദിവസം വരുമ്പോൾ 15 ലക്ഷം. നിങ്ങൾ ടീമിനൊന്ന് വിളിച്ചിട്ട് ചോദിക്കും 4 ദിവസമായിട്ട് ഞാനിവിടെ 15 ലക്ഷം എന്നാണ് കാണുന്നത്, നിങ്ങൾ ഇതിൽ എഴുതുന്നില്ലേന്ന് ചോദിക്കും. അപ്പോൾ പറയും സാർ എഴുതുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് സെയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ സെയിൽ വരാത്തത്? അപ്പം ടീമിനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു, ഒരാൾ സെയിൽ കൊണ്ടുവന്നു 15 ലക്ഷം 16 ലക്ഷമായി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു സന്തോഷം വരും. അപ്പോൾ നിങ്ങൾ ഒരു 6 സെയിൽ കൊണ്ടുവന്ന് ചോദിക്കും. അപ്പോൾ അവർ അപ്രിസിയേഷൻ ഒക്കെ കൊടുത്ത് റെഡിയാക്കും. പിന്നെ വീണ്ടും നോക്കുന്ന സമയത്ത് 16 ലക്ഷം ആണെന്നില്ല, നിങ്ങൾ വീണ്ടും സെയിൽസ് ടീമിനെ വിളിക്കും. നിങ്ങൾ കോൺഷ്യസ്ലിയും സബ് കോൺഷ്യസ്ലിയും ഒക്കെ നിങ്ങൾ ഈ സാധനത്തിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാൻ തുടങ്ങും. അതെന്താ ഇത് ഇത്രയും ദിവസമായിട്ട് കൂടാതെ, ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു, ഞാനിതെന്താ നോക്കാഞ്ഞത്? നിങ്ങൾ ഒരു മെട്രിക്സിന്റെ മുകളിൽ തുടങ്ങിയാൽ നിങ്ങൾ എല്ലാ സാധനത്തിനും മെട്രിക്സ് ഉണ്ട്. HR നിങ്ങൾ മെട്രിക്സ് കൊണ്ടുവരും. നിങ്ങൾ വലിയ ടീമാണ് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് 200-300 സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫ് പോകുന്നത് ഒരു മെട്രിക്സാണ്. എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റാഫ് പോകുന്നു, എന്താ അതിന്റെ റീസൺ? അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളെ നമ്പർ കാണണം. ബിസിനസ് ഓണർ ഒരിക്കലും ഡെപ്തിലേക്ക് പോകില്ല. ആദ്യം നിങ്ങൾക്ക് എപ്പോഴും കാണേണ്ട ഒറ്റ നമ്പറാണ്. ആ നമ്പറിൽ പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഗ്രാഫ് കൂടി ഉണ്ടെങ്കിൽ 10% ഗ്രോ ചെയ്തു, 10% താഴോട്ട് പോയി, നിങ്ങൾ അത്രേ ആലോചിക്കുള്ളൂ. പിന്നെ അതിൽ പ്രോബ്ലം ഉണ്ടെങ്കിലാണ് എന്താണ് അതിൻ്റെ താഴെയുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ താഴെയുള്ള ഡെപ്തിലുള്ള ഡാറ്റ കിട്ടണം. എന്നിട്ട് നോക്കുമ്പോഴാണ് നിങ്ങൾ ലാസ്റ്റ് താഴത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് എത്തുക. നിങ്ങൾ ആ ഫസ്റ്റ് സാധനം നോക്കിയില്ലെങ്കിൽ നിങ്ങൾ താഴെ എത്തൂല. നിങ്ങൾ നടുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. എപ്പോഴും നോക്കേണ്ടത് മുകളിലുള്ള KPIയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്പർ. സെയിൽസ് ആണെങ്കിൽ എത്ര സെയിൽ വന്നു, ഓക്കെ. HR ആണെങ്കിൽ അതിനനുസരിച്ചുള്ളത്. ഇനി പിന്നെ ലീഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ളത്, എത്ര ലീഡ് വന്നു, ഇന്നലത്തേനേക്കാൾ എന്ത് ഡീവിയേഷൻ മെഷർ ചെയ്യാം. പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവും, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവും. സ്റ്റാറ്റിക് ആണെങ്കിലും നമ്മൾ നോക്കണം, നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ നോക്കണം. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഓക്കെ, അടിപൊളി, ഗ്രോ ചെയ്യുന്നുണ്ട്, ഹാപ്പി. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു, നേരെ ആണെങ്കിൽ എന്താ കൂടാത്തത്? ഇത് മാത്രമേ ഒറ്റ 2 ചോദ്യമുള്ളൂ. ഈ 2 ചോദ്യം നിങ്ങളെ എൻ്റെ ഓർഗനൈസേഷന്റെ സ്വഭാവം മാറ്റും. ശരിക്കും അക്കൗണ്ടബിൾ ആവാന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള എല്ലാം മെല്ലെ. പിന്നെ ഇതിനകത്ത് വേറെ കേസ് ഉണ്ട്. ഇത് കേട്ടിട്ട് ചിലപ്പോൾ നാളെ രാവിലെ തന്നെ പോയിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാത്തിനും ഡാഷ്ബോർഡ് ഉണ്ടാക്കും. ചെയ്യരുത്. ഒറ്റ പാരാമീറ്റർ മെഷർ ചെയ്യാം, എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് മെല്ലെ അടുത്ത പാരാമീറ്റർ മെഷർ ചെയ്യാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിന് ഇത് ഭയങ്കര പ്രഷർ ഉണ്ടാക്കുന്ന സാധനം. നമുക്ക് കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും സ്റ്റാഫിന് പ്രഷർ ഉണ്ടാകും. ടീമിന് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇത് കൊളാപ്സ് ആവും. അപ്പം ഇത് ജസ്റ്റ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചൊരു സാധനമാണ്, നോക്കാം നമുക്ക് എങ്ങനെയാണ് മാറുക എന്നുള്ളത്. നമ്മൾ അവരെ കൂടെ നിന്നിട്ട് അവരെ ഒരു പ്രോബ്ലം ആക്കി മാറ്റണം. എന്ത് ഇത് നമ്പർ മാറണ്ട് എന്നാൽ മാത്രമേ അവരും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എക്സിസ്റ്റിംഗ് ടീം, പുതിയ ടീം വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ഇതിലേക്ക് അലയുണ്ടാവും. അവൻ വരുമ്പോഴേ ഡാഷ്ബോർഡ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി പഴയ സ്റ്റാഫ് ഇതൊന്നും ചെയ്യാണ്ട് നിൽക്കുന്ന പഴയ സ്റ്റാഫ് ആയിരിക്കും. അവർക്ക് ഇത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ്, എനിക്ക് എന്നെ വെച്ച പണിയാണ് എന്നുള്ളൊരു ഫീൽ അവർക്ക് വരും. ശരിക്കും എന്റെ കമ്പനി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവരും കൂടി അതിലേക്ക് അലൈൻ ചെയ്യും. അല്ല, ഇതിനകത്ത് ഇത്രേ ഉള്ളൂ, കമ്പനി ഇല്ലാതെ സ്റ്റാഫും ഇല്ല, സ്റ്റാഫ് ഇല്ലാതെ കമ്പനിയും ഇല്ല. അതെ, ഇതാണ് ഇതിന്റെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫോർമുല. പക്ഷേ സ്റ്റാഫുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കുമല്ലേ അയാൾ ചെയ്യുന്നത് എന്നാണ് സ്റ്റാഫിന്റെ ഒരു ചിന്താഗതിയെങ്കിൽ, എംപ്ലോയേഴ്സ് ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഇവന്മാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നോക്കുവാണോ, നമ്മളെങ്ങനെ ഇത് തെറ്റുമ്പോഴാണ്, ഈ റിലേഷൻ തെറ്റുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, ഒരു കമ്പനിനെയും വിട്ടിട്ടല്ല ആളുകൾ പോകുന്നത്, ആ കമ്പനിയിലെ ചില സ്റ്റാഫുകളെ അല്ലെങ്കിൽ ചില ബോസുമാരെ അല്ലെങ്കിൽ ചില മാനേജർമാരെ വിട്ടിട്ടാണ് ആളുകൾ പോകുന്നത്. റിലേഷൻ തെറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നം. അറിയോ, പല സ്റ്റാഫും പല ഒബ്ജക്റ്റീവിലാണ് നമ്മൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. പല എംപ്ലോയീസും പലപ്പോഴും നമുക്കത് എംപതൈസ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ ബിസിനസ് ഓണർ എന്നുള്ള ലെവലിൽ നമ്മൾ പോകുന്ന പ്രശ്നങ്ങളും ഇവരെ പ്രശ്നങ്ങളും ചിലപ്പോൾ നമുക്ക് കണക്ട് ആവില്ല. പേഴ്സണലി നമ്മൾ കണക്റ്റഡ് ആയിരിക്കില്ല. നമ്മൾ മിഡിൽ മാൻ ത്രൂ ആയിരിക്കും ഇവരെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ടാവുക. അപ്പം നമ്മൾ ചിലപ്പോൾ ബയാസ്ഡ് ആവും. നമുക്ക് അറിയാൻ പറ്റില്ല, ഓപ്പൺ ആയിട്ട് ആരും തൊട്ട് പറയൂല. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുക, ഇത് ഇങ്ങനെ ഒരു ചലഞ്ച് കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു ഇയാൾ പോയത്, ഇയാൾ ഒരിക്കലും നമ്മുടെ അടുത്ത് പോകേണ്ട ആളല്ലായിരുന്നു. പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മൾ അറിയാത്തത് വലിയൊരു മിഡിൽ മാൻ ഉണ്ട്. മിഡിൽ മാൻ നമ്മൾ ശ്രദ്ധിക്കണം. മിഡിൽ മാൻ ചിലപ്പോൾ നമുക്ക് പറഞ്ഞിരുന്ന മെസ്സേജ്, ഞാൻ പറയും വാട്സപ്പ് മെസ്സേജ് 2x കേട്ട് കഴിഞ്ഞാൽ നല്ലോണം പറഞ്ഞ മെസ്സേജ് ചീത്തയായിട്ട് തോന്നും. ആ സ്പീഡ് എല്ലാത്തിനും ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ നമ്മൾ മനസ്സിലാക്കുന്ന മീറ്റർ തെറ്റിയാ ഭയങ്കര പ്രശ്നമാണ്. ഞാനൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ അത് വായിക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ സ്പീഡ് കൂട്ടുക, അതിന്റെ ടോൺ മാറ്റുക ഒക്കെ ചെയ്യാം. നമ്മൾ മനസ്സിലാക്കുന്നതും അവർ ഇതാക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ, ഈ ഡിഫറൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. ബിസിനസ് ഓണർ ഭയങ്കര കെയർഫുൾ ആവണം.
ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലമായതുകൊണ്ട് ആളുകൾ എല്ലാം സോഷ്യൽ മീഡിയ പോയി പറയും. എന്ത് ഇമ്പാക്ട് ഉണ്ടാവും പോലും അവർ ആലോചിക്കില്ല. അവർക്ക് ഇമ്പാക്ട് ഉണ്ടാവും, നമുക്ക് ഇമ്പാക്ട് ഉണ്ടാവും. കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു ബിസിനസ് ആയിരിക്കും ചിലപ്പോൾ താഴോട്ട് പോകുന്നുണ്ടാവുക. അപ്പം ഇത് ശ്രദ്ധിക്കുക, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളത് മുഖത്ത് നോക്കി സംസാരിക്കുക. കറക്റ്റ് മീറ്റർ കിട്ടും. ഞാൻ ഈ പറയുന്ന സാധനം ഒരു ഓഡിയോ ആയിട്ട് നിങ്ങൾ കാറിൽ മാത്രം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയാണ് നിങ്ങൾ എൻജോയ് ചെയ്യാം. നമ്മുടെ ആ സമയത്ത് മൈൻഡ് അനുസരിച്ചായിരിക്കും നമ്മൾ അതിനെ എടുക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ എൻ്റെ ടീമിൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ ചില വീഡിയോസിന് താഴെ ഈ ബാഡ് കമൻറ്റ് ഇടുമ്പോൾ 2 റീസണാണ് അതിനകത്ത് ഞാൻ കാണുന്നത്. നമ്മൾ എപ്പോഴായിരിക്കും ഒരു റീല് കാണുന്നുണ്ടാവുക? ഒന്ന്, നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത്, വേറെ പണിയൊന്നുമില്ല, മേ ബി വി ഡിഡ് സംതിങ് ഗ്രേറ്റ്, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക, അപ്പോൾ ഞാൻ ഫോൺ എടുത്തു കാണുന്നു. ആ സമയത്ത് ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾ പറയും, ഓ ഇയാൾ സൂപ്പറാണല്ലോ അല്ലേ. പിന്നെ ഞാൻ ഫോൺ എടുക്കപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി, അടിയായി, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് ഒന്നോ രണ്ടോ പറഞ്ഞ് തെറ്റി, ദേഷ്യം വന്നിട്ട് ഞാൻ മാറി നിന്ന സമയത്ത് ഞാൻ ഈ ഫോൺ എടുത്തു. ആ സമയത്ത് വീണ്ടും ഞാൻ വന്നു, ഏതാ ഈ തയ്യൻ അല്ലേ. ആ സമയത്ത് ഒരു തോണ്ട, ആ തോണ്ടുന്ന സമയത്ത് നമ്മളും പോയി, നമ്മുടെ വീഡിയോ പോയി ഒക്കെ പോയി. ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ് അത്. നമ്മുടെ സിറ്റുവേഷൻ ചിലപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എംപ്ലോയീസിന് ശമ്പളം കിട്ടുന്ന ദിവസം വലിയ ഇമ്പോർട്ടൻ്റ് ഡേ ആണ് അല്ലെ, എംപ്ലോയി ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിപ്പോൾ 1-ാം തീയതി ശമ്പളം കിട്ടി, അടുത്ത 1-ാം തീയതി ആവാൻ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ എംപ്ലോയർ പറയാൻ എന്താ അറിയോ, കഴിഞ്ഞ ഇപ്പം അടുത്തല്ലേ ശമ്പളം കൊടുത്തു, വീണ്ടും 1-ാം തീയതി ആയോ എന്തോ. കാരണം അവനത് പെട്ടെന്ന് 1-ാം തീയതി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ 2 പേർക്കും ഒരേ ദിവസങ്ങളായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ആളുകളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് ഈ പറയുന്ന സാധനങ്ങളൊക്കെ മാറും. പലരും പല പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ. ഇപ്പം എംപ്ലോയറുടെ പ്രശ്നം എംപ്ലോയീസ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ശരിക്കും എംപ്ലോയീസ് മനസ്സിലാക്കേണ്ട, പക്ഷെ എംപതൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റ് ആണ്. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ കമ്പനിയിൽ എനിക്ക് സാലറിൻ്റെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പല ചലഞ്ചസ് കൂടെ നമ്മൾ പോകും. പക്ഷെ ഇതൊന്നും നമുക്ക് ഒരാളോട് പോലും ഷെയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ആ സമയത്ത് എംപ്ലോയീസ് വിചാരിക്കും ഇയാൾ നമ്മളെ ക്രൂരമായിട്ട് പണിയെടുപ്പിക്കുന്ന ആളാണ്. അവർ തോന്നുന്നു തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലാതെ ആ കുത്തക മുതലാളിയായി. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഇവരുണ്ടെങ്കിലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എനിക്കൊരു എന്റർപ്രൈസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇവരെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റുന്ന നമ്മൾ ആലോചിക്കാം. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ആവില്ല പലപ്പോഴും. അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. ആ ചലഞ്ച് സോൾവ് ചെയ്താലേ നമ്മളൊക്കെ രക്ഷപ്പെടും. ഇത് ആറ്റിറ്റ്യൂഡ് മെയിൻ ഇഷ്യൂ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം നമ്മൾ റോഡ് മേലേക്ക് ഇറങ്ങുമ്പോൾ ചില ബസ്സുകൾ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആയിട്ട് കുത്തി കയറിയിട്ടും ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് നമ്മൾ ഇവരോട് എന്താണോ കാണിക്കണമെന്ന് ചോദിച്ചു, ഇവർ ആദ്യം പറഞ്ഞ ഡയലോഗ് എന്താ അറിയും, 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചലാണ്. അതെ. അപ്പോൾ പൊതുവേ ഇങ്ങനത്തെ വീഡിയോസിൻ്റെ താഴെയൊക്കെ പലരും കാണുന്നതെന്ന് വെച്ചാൽ ഈ ബസ് ഡ്രൈവർ, ട്രക്ക് ഡ്രൈവർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇവർ മാത്രമേ ഈ 2 അറ്റം മുട്ടിക്കുന്നുള്ളൂ. ഈ കാറിൽ പോകുന്നവനും 2 അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഓഫീസും അവൻ്റെ തിരക്കും അവൻ്റെ കാര്യങ്ങളും. ചിലപ്പോൾ അവൻ ആ കാർ എടുത്തത് തന്നെ മഴ കൊള്ളാതെ സെയിൽസ് പിടിക്കാൻ വേണ്ടി പോകുന്ന ആളൊക്കെ ആയിരിക്കും. അല്ലാതെ എല്ലാവരും മുതലാളിമാരല്ലോ, കാർ വാങ്ങണ എല്ലാവരും മുതലാളിമാരാണോ? അപ്പം അപ്പോഴേ നമ്മുടെ നാട്ടിലെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ്, 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി ഓടുകയാണ്. നിങ്ങൾ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ടല്ലോ ഓടുന്നത് എല്ലാവരും. ഞാനും അതിന് തന്നെയാണ് ഈ ഓടിക്കൊണ്ട്. യൂസഫ് അലിക്കാട് വെച്ച് നോക്കിയാൽ ആളെന്താ പറയാ, എന്താ നമ്മൾ ചെയ്യണം, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആണോട്ടോന്നായിരിക്കും ആള് പറയുന്നത്. എല്ലാവരും നെക്സ്റ്റ് ലെവലിലേക്ക് ഇപ്പൊ യൂസഫ് അലിക്ക് ചിലപ്പോൾ വാൾമാർട്ട് ആയിരിക്കും ബെഞ്ച് മാർക്ക് ആക്കി വെച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ വാൾമാർട്ടിനെ ബെഞ്ച് മാർക്ക് ആക്കാത്തത് നമ്മൾ അവിടെ എത്താത്തോണ്ടാണ്. യൂസഫ് അലിക്ക് വാൾമാർട്ടിനെ ബെഞ്ച് മാർക്ക്. സാധാരണ സൂപ്പർ മാർക്കറ്റുകാർ ചിന്തിക്കേണ്ടത് എന്തായിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് യൂസഫ് അലിയുടെ പോലെ ആവണമെന്നായിരിക്കും. യൂസഫ് ഭായി ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് ടെസ്കോനെ പോലെയോ അല്ലെങ്കിൽ വാൾമാർട്ടിനെ പോലെയൊക്കെ ആവണമെന്നായിരിക്കും. ഇതിങ്ങനെ ഗ്രോത്തിൽ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യന് മാത്രമേ ഈ കഴിവുള്ളൂ എന്ന് എനിക്ക് തോന്നണേ, ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അല്ലെ. ആർക്കും തൃപ്തി ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ഒരു കുഞ്ഞു കാറില്ലാത്തവൻ ആദ്യം ചിന്തിക്കുന്നത് കുഞ്ഞു കാർ മതി, മഴ കൊള്ളാതെ പോകണം, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും കയറിയിരിക്കണം, അത്രേ ഉള്ളൂ. ആൾട്ടോ ആയാലും മതി. പക്ഷെ ആൾട്ടോ ഒരു 3-4 കൊല്ലം ഓടിക്കുമ്പോഴേക്കും അവൻ പറയും ഇതിന് എങ്ങനെയെങ്കിലും ഒന്ന് സെഡാൻ ആക്കണം, അപ്ഗ്രേഡ് അല്ലെ. സെഡാൻ കൊണ്ടുപോയി ഇങ്ങനെ പോണ സമയത്ത് അപ്പം അവൻ പറയും ഒരു SUV, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഇറങ്ങാനൊക്കെ പാടാം. അപ്പോൾ ഒരു SUV പോലുള്ള ടൈപ്പിലേക്ക് മാറും. SUV ഓടിക്കുമ്പോഴേക്കും അവൻ തോന്നും ഒരു പ്രീമിയം കാർ, എൻട്രി ലെവൽ മതി അല്ലെ, ക്ലാസ്സോ അല്ലെങ്കിൽ ചെറുത്. അത് ഓടിക്കുന്നതിന്റെ ആഗ്രഹം എന്താ, ഇത് എങ്ങനെ ഒരു മെബാക്ക് ആക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒരു ഇത്രയും കൂടി വലുത്, ഇതിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. മെയ്ബാക്ക് ഓടിക്കുന്നവനും എൻഡില്ല. അപ്പം ഈ ബിസിനസ്സിലും ഇത് തന്നെയാണല്ലോ. ഇപ്പം ഞാൻ നല്ല ദിവസം ആരോ പറയുന്നത് കേട്ടു, കുത്തക മുതലാളിയായ അദാനി. ഇപ്പോൾ അദാനി ഭയങ്കര എല്ലാവരും അയാളെ ഇങ്ങനെ എതിർക്കുന്നു, അയാൾ രാഷ്ട്രീയക്കാരെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, പല രാഷ്ട്രീയക്കാരെ അയാൾക്ക് വേണ്ടി. എന്നിട്ട് ഇയാൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചേ,
നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറെ സ്വാധീനിച്ചിട്ട് എന്തൊക്കെയോ നേടിയെടുത്തിട്ടില്ല. ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ വാർഡ് മെമ്പറോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ വഴിയിലുള്ള പുല്ല് ചെത്തിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ആളെ വിളിച്ചിട്ട് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോയ ബൾബ് മാറ്റി ഇടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ ചിലപ്പോൾ വേറെ എവിടെ ഇടാൻ വെച്ച ബൾബായിരിക്കും ചിലപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ. നമ്മുടെ റേഞ്ചിനെ പറ്റിയ കളികൾ നമ്മളും കളിക്കുന്നുണ്ടേ ഉണ്ട്. അത് റേഞ്ച് വലുതാവും നമുക്ക് പറ്റാത്താണ്. അയാള് എനിക്ക് മനസ്സിലായിടത്തോളം അദാനി എനിക്ക് തോന്നുന്നു അയാളുടെ ആദ്യ കാലങ്ങളിലൊക്കെ എന്താ ചെറിയ വെസ്റ്റേമിലോ ചേതക്കമ്മിലൊക്കെ നടന്നിരുന്ന ആളാണ്. ഇപ്പൊ പോർട്ടുണ്ടാക്കി കളിച്ചോണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടില് ഒരു എന്താ പറയാ എംപ്ലോയി ആവാനാണ് പഠിപ്പിച്ചത് എല്ലാരെയും. അപ്പൊ അതിനകത്ത് ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അത് എന്തോ ഒരു അടിപൊളി അല്ല എന്നുള്ളൊരു ഫീലാണ്. പക്ഷെ പക്ഷെ ഇതിപ്പോ മാറിയിട്ട് ഇപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒക്കെ വന്നുകൊണ്ട് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യണം, എന്റെ സ്വന്തമായിട്ട് എനിക്ക് അത് വേറെ പ്രശ്നം. പക്ഷെ ബേസിക്കലി മൈൻഡ് സെറ്റ് ആൾക്കാർ മാറി. പൈസ ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് 4 ആൾക്ക് ശമ്പളം കൊടുക്കുന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യാൻ ആളുകൾ കുറച്ചുകൂടി ബെറ്റർ ആയി. പണ്ട് അത്ര അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ബിസിനസ് നിനക്കായാലും നല്ലൊരു ജോലിക്ക് പോയിക്കൂടെ, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, PSCക്ക് പോയിക്കൂടെ അല്ലെങ്കിൽ ഇതിന് പോയിക്കൂടെ, എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര സേഫ് പരിപാടിയാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ആലോചിക്കുന്ന ചിന്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ബിസിനസ്സുകാരുടെ ടേൺ ഓവർ മുഴുവൻ അവരുടെ ലാഭമാണെന്ന് ചിന്തിക്കുന്ന ഒരു ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഒരു ട്രെയിനിങ്ങിന് നമ്മൾ പോയി, നമ്മൾ വാങ്ങുന്ന പൈസ മുഴുവൻ നമ്മുടെ പ്രോഫിറ്റ് ആണ്. അതിന്റെ ബാക്കിൽ എത്രയൊക്കെ ചെലവുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഓഫീസ് മെയിൻ്റെനൻസ്, നമ്മുടെ സ്റ്റാഫുകൾ, നമ്മുടെ മാർക്കറ്റിംഗ്, നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ, സംഭവം ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുന്ന ഞങ്ങൾക്ക് ഇത്രയും കൂടി മാർജിൻ കൂടുതൽ കിട്ടുമായിരിക്കും. കാരണം ഇത് സെൽഫ് എംപ്ലോയ്ഡ് കാറ്റഗറി കുറച്ചുകൂടി കിട്ടുമായിരിക്കും. പക്ഷെ ഒരു ബിസിനസ്സുകാരാണെന്ന് വെച്ചിടത്തോളം അവന്റെ വാടക, അവന്റെ സ്റ്റാഫിങ്, അവന്റെ ഇലക്ട്രിസിറ്റി, അവന്റെ ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി അവന് കിട്ടുന്ന അവന്റെ ടാക്സുകൾ ഇതൊക്കെ അടച്ച് ബാക്കി കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെർസെന്റേജ് ആയിരിക്കും. ഒരു 8% ഒക്കെ കിട്ടിയാൽ അവൻ സൂപ്പർ ബിസിനസ്സുകാരനാണ് അല്ലെ. ഒരു 10% ഒക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നവനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ. അത് പിന്നെ അവൻ വൺസ് പ്രോഫിറ്റ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ അത് എത്തുന്ന വരെയുള്ള ടൈം ആരും കാണില്ല. ഈ 10% പ്രോഫിറ്റ് നിങ്ങൾ ₹1 പ്രോഫിറ്റ് എടുത്താലും ആ ₹1 പ്രോഫിറ്റ് എടുക്കുന്ന വരെ ഒരു ജേണി ഉണ്ടല്ലോ. ആ ജേണി ആളുകൾ കാണുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ നമ്മൾ സംസാരിക്കുന്ന രീതി തന്നെ മാറും. സത്യം. അപ്പോഴതിന്റെ ഫീൽ കിട്ടുള്ളൂ. ഞാനൊരു ബിസിനസ്സുകാരനായി തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് നിങ്ങളൊരു ബിസിനസ്സുകാരൻ മാത്രമേ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വേറെ എന്തെങ്കിലും പറയും. പണ്ട് നമ്മൾ ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴേ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഈ ബാങ്കിലൊക്കെ ജോലി കിട്ടിയാൽ ഭയങ്കര സുഖമാണ് എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫാമിലിയിലുണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, ചേട്ടന്മാരുണ്ട്, മരുമക്കളൊക്കെ ഉണ്ട്. ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന അവേഴ്സ് നോക്കി കഴിഞ്ഞാണ്ടല്ലോ സങ്കടാവും നമുക്ക്. എന്റെ വൈഫ് ബാങ്കിലാ. എപ്പോഴാ വരുന്നത്? അവര് പണ്ട് ബാങ്കിനകത്ത് രണ്ടും തമ്മിൽ വ്യത്യാസം. ബാങ്ക് ഈ ഓട്ടോമേഷൻ ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചു വെച്ചാൽ ബാങ്കിനകത്ത് ബേസിക് ബാങ്കിങ് പ്രോഡക്ട്സ് മാത്രമല്ല ഇപ്പൊ വെക്കുന്നത്, ഫിനാൻസ് പ്രോഡക്ട്സ് വെക്കാൻ തുടങ്ങി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടാർഗറ്റ് ആയി, ഇവരെ മെഷർ ചെയ്യുന്ന മെട്രിക്സ് മാറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളാണല്ലോ ആദ്യം ഈ സാധനം കൊണ്ടുവരിക. അപ്പൊ ഇവർ ഈ മെട്രിക്സ് മാറ്റാൻ തുടങ്ങിയ സമയത്ത് ഇവരെ പെർഫോമൻസും ഇവരെ അപ്രൈസലും നെക്സ്റ്റ് ലെവലിൽ ഗ്രോത്തും ഒക്കെ ഇതിനെ മാപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നമാവാൻ തുടങ്ങി. എൻ്റെ ഒരു വലിയമ്മയുടെ മകനുണ്ട്. അദ്ദേഹമൊക്കെ എനിക്ക് തോന്നുന്നു 8 മണിക്കും 9 മണിക്കൊക്കെയാണ് ബാങ്ക് വിട്ട് പുറത്ത് വരുന്നത്. പണ്ടത്തെ ബാങ്കിങ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് ബാങ്ക് അടച്ചു വീട്ടിൽ പോകുന്നു എന്നുള്ള ഒരു ആ ഫീലൊന്നും ഇല്ല. ഇപ്പോ ആളുടെ ഒക്കെ തല എപ്പോഴും ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുക. ലോൺ കൊടുക്കണം, കൊടുത്ത ലോൺ തിരിച്ചടയ്ക്കുന്നുണ്ടോ നോക്കണം. പിന്നെ അതുപോലെ തന്നെ വേറെ ഫണ്ട്, അത് ഇൻഷുറൻസ്, അത് എല്ലാം സെല് ചെയ്യുന്നുണ്ട്. നല്ല സെയിൽസ്മാനും കൂടിയാണ്. ഇപ്പൊ അദ്ദേഹം PM ആണ്, ബ്രാഞ്ച് ഹെഡ് ആണ്. പക്ഷെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സെയിൽസ്മാനേക്കാളും ഉഷാറിൽ ഓടി നടന്ന് അവരുടെ ടാർഗറ്റ്സുകൾ അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ ഞാൻ അദ്ദേഹമൊക്കെ വർക്ക് ഹോളിക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴേ അത്ഭുതത്തോടുകൂടി നോക്കിയുന്നുണ്ട്. എൻ്റെ ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ബാങ്കിങ് ജോബ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. പക്ഷേ ഇപ്പൊ എല്ലാം മാറുവാണ്. നമ്പേഴ്സാണ് മനുഷ്യനെ ടെൻഷൻ ആക്കുന്നത്. നിങ്ങൾക്ക് ഒരു നമ്പർ ഇല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾ നമ്പറായിട്ട് കണക്ട് ചെയ്ത് നോക്കി, 25-ാം തീയതി EMI 5 ലക്ഷം റുപ്യ അടയ്ക്കാനുണ്ട്. നമ്പറാണ്. ടെൻഷനായോ? ഇനി നിങ്ങൾക്ക് 5 ലക്ഷം റുപ്യ കൊടുത്താൽ മതി, എന്ന് കൊടുക്കണമെന്ന് ഡേറ്റ് ഇല്ല, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അതിനൊരു ആ നമ്പർ ബാങ്ക് ഫുൾ നമ്പർ ഗെയിമാണ്. നമ്പർ ഇല്ലാതെ ബാങ്ക് ഇല്ലല്ലോ. അങ്ങനെയല്ല, നിങ്ങൾ ഏത് ഇൻഡസ്ട്രി നോക്കിക്കോളി, ബജാജ് ഫിനാൻസ് നമ്പറാണ്. നിങ്ങൾ നമ്പർ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പറിന്റെ റിലവൻസ് ആണ്. ബിസിനസ്സുകാരൻ സന്തോഷത്തോട് കൂടി ഇരിക്കുന്നതിന്റെ കാരണം അവൻ നമ്പർ നോക്കാത്തോണ്ടാ. നമ്പർ നോക്കി അവൻ ഒന്നും ഹാപ്പി ആവും. ബിസിനസ് എന്തെങ്കിലും നന്നാവും.
എന്താ കഴിഞ്ഞ വർഷം എങ്ങനെ ടേൺ ഓവർ? കുഴപ്പമില്ല, രസമാണ്. അത് അറിയില്ല, നമ്പർ അറിയില്ല. നമ്പർ അറിഞ്ഞാ എത്ര ശതമാനം ഗ്രോത്ത് ഉണ്ടായി എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ പല ട്രെയിനിങ്ങൾക്ക് ഇങ്ങനെ പോകും ബിസിനസ്സുകാരുടെ. അപ്പോൾ അതിൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എത്രയാണ് നിങ്ങളുടെ ശമ്പളം? പലരും ശമ്പളം എടുക്കുന്നില്ല. ഇവർക്ക് ആവശ്യം വരുമ്പോൾ അപ്പോൾ പെട്ടിയിൽ കൈയിടാണ്. ഇവർ പ്രോഫിറ്റ് നിന്നായി എടുക്കുന്നത്, അല്ലെങ്കിൽ ടേൺ ഓവറിനായി എടുക്കുന്നത്. നാളെ സ്റ്റോക്ക് കൊടുന്ന് വെക്കാനുള്ള പൈസ എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊരു ശമ്പളം, അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയണ്ട, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നോക്കിയാൽ സംഗതി ക്ലീനാ. പക്ഷെ അത് ചെയ്യൂല. ഈ നമ്പർ എന്നുള്ള സാധനം അടിപൊളി ഒരു അല്ല, അത് നമ്പർ, അത് ചെറുതായിട്ട് തുടങ്ങുക. ഞാനിപ്പോൾ പറയും ചെറുതായിട്ട് തുടങ്ങുക, എന്നിട്ട് വലുതാക്കി എല്ലാവരും വലുതെന്ന് തുടങ്ങും. അതാ പ്രശ്നം. കുട്ടിന്ന് തുടങ്ങിയാണ്ടല്ലോ അത് ഗ്രോ ചെയ്ത് നമുക്ക് കാണാം, നല്ല ഫീലാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ ഇമ്പാക്ട് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഒരു ചെടി ഉണ്ടായി, നമ്മൾ നട്ടൊരു ചെടി നമ്മൾ കുറേ ദിവസം നനച്ച് വലുതായി വരുന്നൊരു കാണാനൊരു ഭംഗിയില്ല. ആ ഭംഗി നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടപ്പിൽ. ഞാൻ എൻ്റെ കമ്പനീനകത്ത് ഇമ്പ്രൂവ് ചെയ്ത കാര്യമാണ്. എനിക്കത് ഭയങ്കര ഡിഫറൻസ് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്താ. അപ്പൊ എനിക്ക് ആ കോൺഫിഡൻസിൽ അത് പറയാൻ പറ്റുന്നതുകൊണ്ടാണ്. ചെറിയ സാധനത്തിലാണ് തുടങ്ങി. ഞാൻ ആദ്യം കുറേ വലിയ പരിപാടികൾ കളിച്ചു നോക്കി, കംപ്ലീറ്റ് അട്ടർ ഫെയിലറായിരുന്നു. നമ്മൾ വലിയ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി, ഡാഷ്ബോർഡ് കൊണ്ടുവരാൻ നോക്കി. ഞങ്ങൾ സോഫ്റ്റ്വെയർ കമ്പനിയാണ് നടത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഞാൻ അടിപൊളിയാണ്, പക്ഷെ ഞാൻ അടിപൊളിയായിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഒരു കാര്യമല്ല, ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ ഓഫീസിൽ എൻ്റെ ടീം അടിപൊളി അല്ലെങ്കിൽ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. ടെൻഷൻ കൂടെ ഉള്ളൂ. കാരണം നമ്മുടെ ആശയത്തിനകത്ത് അവർ ഇതാവില്ല. നമ്മൾ ഈ പറയുന്ന നമ്പറിലേക്ക് അവർ മാപ്പ് ചെയ്യില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ദുബായിലായിരുന്നു. ഓക്കെ, എൻ്റെ ടീം ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ കമ്പനി ഓടിയത്. എനിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നല്ല, ഞാൻ ഒന്നും നോക്കാണ്ട് കണ്ണും പൂട്ടി നടക്കുക എന്നല്ല, ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ടീമിലുള്ള എൻ്റെ കോൺഫിഡൻസോടെ എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നത് അതിനൊരു സിസ്റ്റം അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ സിസ്റ്റം അവിടെ റൺ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ സംസാരിക്കും. അതിനനുസരിച്ചുള്ള ആളുകൾ അവിടെ പ്ലേസ് ചെയ്ത് ആ സിസ്റ്റം റൺ ചെയ്യുന്നതുകൊണ്ട് മാത്രം. ഇതിന് കുറച്ചു കാലം മുന്നേ പോയിരുന്ന സമയത്ത് ഞാൻ എന്നും ടെൻഷനായിരുന്നു, ഇവിടെ എന്താ തിരിച്ചു വരുമ്പോൾ കമ്പനി ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി എന്റെ ടീമിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ടീം അതിനനുസരിച്ച് ഭയങ്കര കേപ്പബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്ന നമ്പേഴ്സിലേക്ക് അലൈൻ ചെയ്തപ്പോഴാണ് ഇറ്റ് ഈസ് വർക്കിംഗ്. എനിവേ, അപ്പം നല്ലൊരു പോഡ്കാസ്റ്റ് ആയിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം അഖിലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും മെലനി കേരളയുടെ വക നിങ്ങൾക്ക് നേരുന്നു. നിങ്ങളുടെ കമ്പനിയെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു CRM പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ മെൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ അടുത്തൊരു ലെവലിലേക്ക് ഉയർത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഖിലിനെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പം മറ്റൊരു ഗസ്റ്റുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.